ഒരുമിച്ച് ഇന്ന് പ്രഭാതത്തിൽ ഒരു കൂട്ടായ്മ കർത്താവ് തന്നു. നിങ്ങളോടൊപ്പം എനിക്കും അത് അനുഗ്രഹമായിരുന്നു. ശ്രേഷ്ഠകരമായ ദൈവമഹത്വം കാണുവാൻ, ദൈവജനത്തോടുള്ള കൂട്ടായ്മയിൽ ആചരിപ്പാൻ, പ്രത്യേകിച്ച് ഉപവാസത്തോടെ ആയിരിക്കുന്ന ദൈവജനത്തോട് കൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് വീണ്ടും ഒരു അവസരം തന്നിരിക്കുന്നു. ദൈവമക്കളെ, പലപ്പോഴും ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. ദൈവവചന ശുശ്രൂഷയുമായിട്ട് ഞാൻ നിൽക്കുമ്പോൾ ഞാൻ സ്വയം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എൻ്റെ സ്ഥാനത്ത് യേശു കർത്താവ് ഇരുന്നു കൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ, നമുക്കറിയാം കർത്താവാണ് സംസാരിക്കുന്നത്, അവിടുത്തെ പരിശുദ്ധാത്മാവിലാണ് സംസാരിക്കുന്നത്, അത് നമുക്കറിയാം. ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാ, ഞാൻ ഇവിടെ ഇരിക്കുന്നത് പോലെ ഫിസിക്കലായി യേശു കർത്താവ് തൻ്റെ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഇവിടെ ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ യേശു എന്തായിരിക്കും തൻ്റെ ജനത്തോട് സംസാരിക്കുന്നത്? അപ്പോസ്തലനായ പൗലോസോ പത്രോസോ യാക്കോബോ യോഹന്നാനോ ആ ശ്രേഷ്ഠരായ അപ്പോസ്തലന്മാർ ആരെങ്കിലും എൻ്റെ സ്ഥാനത്ത് ഇവിടെ ഇരുന്ന് നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ അവരെന്തായിരിക്കും സംസാരിക്കുക? ഞാൻ എപ്പോഴും കർത്താവിനോട് പ്രാർത്ഥിക്കും, കർത്താവെ അത് മാത്രമേ ഞാനും സംസാരിക്കാവൂ. കാരണം കർത്താവിന്റെ വചനം പറയുന്നു, അവർക്ക് കൊടുത്തിരിക്കുന്ന അതേ പരിശുദ്ധാത്മാവിനെയാണ് കർത്താവ് നമുക്കും തന്നിരിക്കുന്നത്. അവരിൽ വ്യാപരിച്ച അതേ ആത്മാവിന്റെ ശക്തിയാണ് എന്നിലും നിങ്ങളിലും ആവസിച്ചുകൊണ്ടിരിക്കുന്നത്, വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. റോമർ 8-ാം അധ്യായത്തിൽ 15 വാക്യങ്ങൾ നമുക്കത് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ഇന്നത്തെ രാത്രികാലം ദൈവമക്കളെ, നാം ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവ് എന്താണ് നമ്മളോട് സംസാരിക്കുന്നത്, അതാണ് നമുക്ക് ഇന്നത്തെ രാത്രി കേൾക്കേണ്ടത്. മാനുഷിക ബുദ്ധിയിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ട് ഇന്നത്തെ രാത്രി കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കണം. ദൈവവചനം എന്ന് പറയുന്നത് വേർഡ് ഓഫ് ഗോഡ് ഈസ് ടു പ്രിപ്പയർ us ഫോർ ദ ഫ്യൂച്ചർ. വേർഡ് ഓഫ് ഗോഡ് ഈസ് ടു പ്രിപ്പയർ us ഫോർ ദ ഫ്യൂച്ചർ. ദൈവത്തിന്റെ വചനം നമ്മളെ ഭാവിയിലേക്ക് ഒരുക്കുവാനുള്ളതാണ്. Many of us think that we are standing today. Why are we standing today? The reason is this: we haven't come to a test yet. എന്തുകൊണ്ടാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നതെന്ന് അറിയാമോ? നമ്മുടെ ജീവിതത്തിൽ ടെസ്റ്റുകൾ വന്നിട്ടില്ല. അതുകൊണ്ടാണ്. ടെസ്റ്റ് വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് നമുക്ക് നിൽക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന്. There's a saying that the faith which is not tested cannot be trusted. The faith which is not tested cannot be trusted. That means ശോധന ചെയ്യപ്പെടാത്ത വിശ്വാസം ആശ്രയിക്കത്തക്ക വിശ്വാസമല്ല. ശോധനകളുടെ നടുവിൽ നാം നിൽക്കുന്നു എങ്കിൽ ആ വിശ്വാസം നമ്മളെ എന്നേക്കും നിലനിർത്തും. അതിന് ഉദാഹരണം പറഞ്ഞാൽ, കർത്താവിനോട് 3.5 വർഷക്കാലം 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. കർത്താവിന്റെ അത്ഭുത പ്രവൃത്തികൾ അവർ കണ്ടു. അവിടുന്ന് സാക്ഷാൽ മെശിഹയാണെന്ന് അവർ അറിഞ്ഞു. അവിടുത്തെ ദൂതുകൾ അവർ കേട്ടു. അവർ ലോകത്തിൽ നിന്ന് വ്യത്യസ്തരായിരുന്നു. സാക്ഷാൽ ദൈവമായിരുന്നവരോട് കൂടെ 3.5 വർഷക്കാലം അവർ നടന്നു. അവിടുത്തെ അടുത്ത് കിടന്നവർ ഉറങ്ങി, അവിടുത്തോടു കൂടി ഭക്ഷിച്ചു. അവരുടെ ജീവിതത്തിൽ സന്തത സഹചാരിയായി യേശു ഉണ്ടായിരുന്നു. എങ്കിലും when the test came, what happened to them? Though they had walked with the Lord for 3.5 years, they heard him, they saw him, they ate with him, they slept beside him, they had intimate fellowship, they knew about him, and they were convinced that he was the Messiah, he was the Son of God, he was God himself. What happened when the test came? All of them had run away from the Lord. പരീക്ഷ വന്നപ്പോൾ, ടെസ്റ്റ് വന്നപ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, എല്ലാ ശിഷ്യന്മാരും അവനെ വിട്ട് ഓടിപ്പോയി. ഒരുത്തൻ അവനെ ഒറ്റക്കൊടുത്തു, യൂദാസ്. ഒരാൾ അവനെ തള്ളിപ്പറഞ്ഞു, പത്രോസ്. നമുക്കറിയാം മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തെ Matthew 26, when the Lord was talking about his last moments, the Lord said that tomorrow I would be arrested and would be crucified and all. All the disciples said, no, it won't happen to you. Even if it happens, we will be with you. But the Lord said, you all will run away. You all will leave me. That time Peter came forward and said, no, Lord, you don't know me. Oh, Lord, what did you know about me? You haven't known me. Even if the whole flee away, run away, but I will be with you. What did Jesus say to him? Peter, you don't know. Tomorrow by the time the cock crows, one time, the first crow is coming, before that you will deny me thrice.
നാളെ കോഴി കൂകുന്നതിന് മുമ്പ് നീ 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയും, അറിയുന്നില്ലെന്ന്. നമുക്കറിയാം എന്താ സംഭവിച്ചതെന്ന്. ചെയ്യത്തില്ലെന്ന് പറഞ്ഞ പത്രോസ് വീണുപോയി. when the test came, we know all the disciples run away. My brothers and my sisters, we are no better than them. When the test comes, we don't know what would happen to us. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ജഡം ഒരുക്കമുള്ളതാണ്, ആത്മാവ് ഒരുക്കമുള്ളതാണ്, ജഡം ബലഹീനമത്രേ. അതുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ നാം ഉപവാസത്തിലും പ്രാർത്ഥനയിലും സമയം കഴിക്കുന്നത്. കർത്താവേ, I don't know what is waiting for me tomorrow. I don't know what I am going to face tomorrow. But when the test comes, Lord, help me to stand for you. Help me to be a witness for you. അതിനായി എന്നെ സഹായിക്കണമെന്ന് ഈ ദിവസങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രഭാതത്തിൽ നമ്മൾ കേട്ടു 3 ശത്രുക്കളെ കുറിച്ച്. കർത്താവിന്റെ രൂപത്തോട് അനുരൂപരാകണമെന്നും, കർത്താവ് ഇരിക്കുന്നിടത്ത് നമ്മൾ ഇരിക്കണമെന്നും, കർത്താവ് ജയിച്ചതിനെ നാം ജയിക്കണമെന്നും എല്ലാം ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ കേട്ടു. നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്, our destination must be to become like Jesus. We heard from the word, we have been called to be conformed to the image of Jesus Christ, nothing less than that. That is the destination. We cannot get down before that. So every moment, whether it is day or night, whether it's at work or in college or universities or at home, whether it is good times or bad times, our intentions and desires and passion must be to become like Jesus. Nothing less than that. So we heard that there were 3 enemies. There are 3 enemies we need to face. First one is the world. World means the spirit of the world. That is the outer enemy. The enemy which is fighting from outside. We heard enough about the world. ലോകത്തെ കുറിച്ച് നമ്മൾ ഒത്തിരി കേട്ടു. So when the test comes, my brothers and my sisters, will we stand? When the enemy is exposed, ശത്രുവിനെ ദൈവം തുറന്നു കാട്ടുമ്പോൾ, അവന്റെ ആ വീക്ക്നെസ്സസ് കർത്താവ് തുറന്നു കാണിക്കുമ്പോൾ, നമ്മളെ വീക്ക്നെസ്സസിനെ അറിഞ്ഞ് ശത്രുവിനെ ജയിക്കുവാൻ നമുക്ക് തയ്യാറാകണം. നമ്മൾ ഇന്നെടുക്കുന്ന പല തീരുമാനങ്ങളെ കുറിച്ചും ഒരുപക്ഷെ നാളെ നാം പശ്ചാത്തപിക്കേണ്ടതായിട്ട് വരും. Especially let me speak to my young people, my young brothers and sisters. The decisions which you take today, you may regret tomorrow. If you are doing it by yourself, depending on your own reasonings, I tell you there will be time to come, you will regret over that. Let me tell you an illustration. Think of a child, 3-year or 2-year or 3-year-old child. ഒരു 2-3 വയസ്സുള്ള എനിക്ക് തോന്നുന്നു, I understand, I think that all children can understand me even if I speak in Malayalam a little bit. I hope you all will understand me. 2-3 വയസ്സുള്ള ഒരു കുഞ്ഞ്, ഒരു 2 വയസ്സുള്ള ഒരു കുഞ്ഞിനെ സങ്കല്പിക്കുക. ആ കുഞ്ഞിന്റെ മുമ്പിലേക്ക്, ആ കുഞ്ഞിനെ താഴെ ഇരുത്തിയിട്ട് ആ കുഞ്ഞിന്റെ മുമ്പിലേക്ക് ഞാൻ ഒരു 20,000 or 2,000 pound കറൻസി നോട്ട്സ് ഒരു ബണ്ടിലാക്കിയിട്ട് ആ കുഞ്ഞിന്റെ മുമ്പിലേക്ക് ഇടുകയാണ്. അതിന്റെ ഇപ്പുറത്ത് കുറച്ച് വെള്ള, മഞ്ഞ, യെല്ലോ, ബ്ലൂയിഷ്, റെഡ്, ഗ്രീൻ, സം ഗ്ലിറ്ററിങ് കളറിലുള്ള കളർ പേപ്പേഴ്സ് ഇങ്ങനെ ചുരുട്ടിയിട്ട് ഞാൻ ആ കുഞ്ഞിന്റെ മുമ്പിൽ ഇട്ട് കൊടുക്കുക. Here is a child sitting on the floor. Right in front of the child, I'm just throwing 2,000 pound currency notes one side, and the other side some glittering color papers. You tell me, where would this child go and pick? I tell you, there is no catch. You will say that 2-year child will go to the color paper and take that color paper and leaving that currency, 2,000 pound currency. The same child, when it becomes 20-year-old, you tell him this incident. Oh, little child, you remember, not little child, young man, you remember 20 years ago, 18 years ago, such a thing had happened and uncle came here. When you were sitting on the floor, uncle threw 2,000 pounds notes there, currency note there in one bundle, and some color papers worth 1 pound. You know, man, what did you take? You took that color papers, leaving the 2,000 pound notes. What would that young man say?
he would say, no, that can never happen. I am not a fool to do that. എന്തായിരിക്കോ യങ് മാൻ പറയുന്നത്? ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. അതെങ്ങനെയാ ഞാൻ 2000 പൗണ്ടിന്റെ നോട്ട് കളഞ്ഞിട്ട് ഈ ₹1 £1 വരെയുള്ള കളർ പേപ്പറിന്റെ പുറത്ത് പോകുന്നത്? അപ്പൊ നമ്മൾ പറയും, ഇല്ല, ഇങ്ങനെ പറ്റി. 18 വർഷം മുമ്പ് നീ 2 വയസ്സുള്ളവനായിരുന്നപ്പോ ഇങ്ങനെ സംഭവിച്ചു. നീ 2000 പൗണ്ടിന്റെ കെട്ടിന്റെ അടുത്തോട്ട് പോകാതെ നീ കളർ പേപ്പറിന്റെ പുറകെ പോയി. അപ്പൊ അവൻ പറയും, ഇല്ല, I am not a fool. Let me tell you, my brother, my sister, the same thing would happen when we stand before the Lord Jesus Christ in eternity. നാം നിത്യതയിൽ നിൽക്കുമ്പോൾ ഇത് നമുക്ക് ഓർമ്മ വരും. ഈ ലോകത്തിലെ കളർ പേപ്പറുകളുടെ പുറകെ നമ്മൾ പോയി വിലയുള്ളതിനെ കളഞ്ഞിട്ട്. ഹാലലൂയ. ഈ ലോകത്തിലെ കളർ പേപ്പറിന്റെ മുമ്പിൽ പോയി, ഈ ലോകത്തിൽ വാട്ട് എവർ ദ വേൾഡ് ഓഫേഴ്സ് യു, it is simply like a color paper worth £1 and leaving you the precious thing aside. ഏറ്റവും വിലയുള്ളതിനെ തള്ളിക്കളഞ്ഞിട്ട് ഈ ലോകത്തിന് പിന്നാലെ, ഈ ലോകത്തിലുള്ള കളർ പേപ്പറിന് പിന്നാലെ പോയ ഭോഷനായ ഒരു വ്യക്തിയായിപ്പോയി ഞാനെന്ന് നമ്മളിൽ പലരും നിത്യതയിൽ കർത്താവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഓർമ്മ വരും. ഇന്ന് നമ്മത് തള്ളിക്കളയുന്നതിന്റെ കാരണം എന്തെന്നറിയാമോ? ആത്മീയ പക്വത നമുക്കില്ലാത്തത് കൊണ്ടാണ്. ദൈവവചനം നാം ഗ്രഹിക്കാത്തത് കൊണ്ട്, ദൈവവചനം അറിയാത്തത് കൊണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ ഒരിക്കലും ലജ്ജിക്കാതിരിക്കുവാൻ, നിത്യതയിൽ നിൽക്കുമ്പോൾ ലജ്ജിക്കാതിരിക്കുവാൻ, വിലയുള്ളത് എന്തെന്ന്, വാല്യുബിൾ ആയിട്ടുള്ളത് എന്തെന്ന്, ഇറ്റേണലി വാല്യുബിൾ ആയിട്ടുള്ളത് എന്തെന്ന്. Never live for something which do not have eternal value. I tell you, let it be your qualification, let it be your wonderful job, you so-called a secular job, or the handsome salary which you are drawing, or the house which you have, maybe the high branded or expensive branded car, whatever it is. I tell you, it all toys in front of eternity. ഈ ഭൂമിയിൽ നീ അനുഭവിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ നന്മകൾ എന്ന് പറയുന്നത് നിത്യതയുമായി കമ്പയർ ചെയ്യുമ്പോൾ വെറും ടോയ്സ് മാത്രമാണ്. നിത്യത എന്ന് പറയുന്നത് billions of years. Even if you live 100 years on this face of earth and billions of years in the eternity, compare this 100 years on earth to that eternity, it will be less than 1 second. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ദൈവമക്കളെ? നിത്യതയിലുള്ള കോടിക്കണക്കിന് വർഷം, ഇൻഫിനിറ്റ് ടൈം, അൺലിമിറ്റഡ് ടൈം, ആ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പിൽ ഈ ലോകത്തിൽ ജീവിക്കുന്ന 100 വർഷം എന്ന് പറയുന്നത് 1 സെക്കൻഡിന് താഴെ പോലും ദൈർഘ്യമില്ല. ആ 1 സെക്കൻഡിന് താഴെയുള്ള ദൈർഘ്യത്തിന് വേണ്ടിയാണ് നാം നിത്യതയെ മറന്നുകളയുന്നത്. ഓർത്തു നോക്കിയ ദൈവമക്കളെ, അതുകൊണ്ട് ഇന്നത്തെ രാത്രികാലം, മുന്നോട്ടുള്ള സമയം ദൈവത്തിന്റെ വചനം ശക്തമായി, ശ്രദ്ധയോടെ, സമർപ്പണത്തോടെ നാം കേട്ടുകൊണ്ടിരിക്കണം. കർത്താവിന്റെ വചനം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മളെ ഭാവിയിലേക്ക് ഒരുക്കുന്നതാണ്. Let me tell you one more thing. 1 second of seeing Jesus is worth more than 30 years of learning him. 1 സെക്കൻഡ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയം തുറന്ന് യേശുവിനെ കാണിച്ചാൽ 30 വർഷം കൊണ്ട് യേശുവിനെ കുറിച്ച് പഠിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് 1 സെക്കൻഡ് യേശുവിനെ ഹൃദയം കൊണ്ട് കാണുന്നത്. That would change your life. Nothing must have happened after having learned him for last 30 years or 50 years. It didn't change your life. You are still an angry man. You may be lusting after so many things, and the world is overcoming you rather than you overcoming the world. Nothing has ever changed. But tonight, if you request the Lord, if you pray to the Lord, appeal to the Lord, say the Lord, open my heart to see you. ഇന്നത്തെ രാത്രി കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തെ തുറന്ന് യേശുവിനെ ഒന്ന് കാണിച്ചു തന്നാൽ, that would be better than learning him 30 years. ഇന്നത്തെ രാത്രി പഠിക്കുവാനല്ല, ഹൃദയം കൊണ്ട് അവിടുത്തെ കാണുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇപ്പൊ ലോകത്തെ കുറിച്ച് നമ്മൾ കേട്ടു പ്രഭാതത്തില്. ഇനി നമുക്ക് കേൾക്കുവാനുള്ളത്, ഞാൻ പറഞ്ഞു, 3 എനിമികളെ കുറിച്ചാണ് കേൾക്കാനുള്ളത്. രണ്ടാമത്തെ ശത്രു എന്ന് പറയുന്നത് ജഡമാണ്, ഫ്ലഷ്. Flesh is our second enemy. As I said to you, world means the worldly system that attracts you towards it. The passions of the world, the glory of the world, which attracts you and which distracts you from your devotion to Christ. That is what we heard this morning. Your second enemy is flesh. And flesh is not an outer enemy. Flesh is the inner enemy. He is fighting with you from within. നിന്റെ അകത്തു നിന്ന് നിന്നെ തോൽപ്പിക്കുവാൻ ശ്രമിക്കുന്നതാണ് ഫ്ലഷ്. ലോകം നിന്നെ പുറത്തു നിന്നാണ് സെഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ നിന്റെ ജഡം നിന്നെ അകത്തു നിന്നാണ് നിന്നെ തോൽപ്പിക്കുന്നത്. അപ്പൊ ഒന്ന് നോക്കിയേ, ഏത് ശത്രുവാ ശക്തൻ?
അകത്തു നിന്നുള്ള ശത്രുവിനെയാണ് നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടത്. കാരണം നമ്മൾ അറിയാതെ വീണുപോകും. എന്താണ് ഫ്ലഷ് എന്ന് പറഞ്ഞാൽ, എന്താ ജഡം എന്ന് പറഞ്ഞാൽ? ഫ്ലഷിന് രണ്ടർത്ഥമുണ്ട് ദൈവമക്കളെ. ഫ്ലഷ് മീൻസ് മീറ്റ്. നമ്മൾ ഇറച്ചി എന്ന് പറയും, ഇറച്ചിക്ക് അല്ലെ മീറ്റിന് പറയുന്ന ഫ്ലഷ് എന്നാണ്. എന്നാൽ ബൈബിൾ പറയുന്ന ഫ്ലഷ് അതല്ല. ബൈബിൾ പറയുന്ന ഫ്ലഷ് എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ഇറ്റ് ഈസ് എ ഡിസയർ which is coming from our inside, and it is a craving of our senses for something that will gratify its desires. അതായത് നമ്മുടെ സെൻസസിന്റെ, നമ്മുടെ ശരീരത്തിന്റെ ഇന്ദ്രിയങ്ങളുടെ ആഗ്രഹങ്ങളെ സഫലമാക്കുവാൻ തക്കവണ്ണം നാം ആഗ്രഹിക്കുന്നതിനെയാണ് ഫ്ലഷ്ലി ഡിസയേഴ്സ് എന്ന് പറയുന്നത്. അതായത് വേറൊരു ടൈമിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഡിസയേഴ്സ് ഓഫ് ദി ഓൾഡ് മാൻ, പഴയ മനുഷ്യന്റെ ആഗ്രഹങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, ജഡത്തിന്റെ ആഗ്രഹങ്ങൾ, ചിലത് കാണുവാൻ, ചിലത് കേൾക്കുവാൻ, ചിലതുപോലെ ആയിത്തീരുവാൻ ഉള്ള ആഗ്രഹങ്ങൾ, അതാണ് ജഡം. അത് ഈ ഫ്ലഷ് അല്ല, ഈ ഇറച്ചിയല്ല, ഈ മീറ്റ് അല്ല. But there is something else inside us. A craving is inside, a desire. അതിനെ ഫ്ലഷ് എന്ന് ബൈബിൾ പറയുന്നത്. ഞാനത് ദൈവവചനത്തിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാകും. ഞാൻ പ്രാരംഭമായിട്ട് 1-2 വചനങ്ങൾ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 16-17 വാക്യങ്ങൾ. ഗലേഷ്യൻസ് ചാപ്റ്റർ 5 verses 16 and 17. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാത്തവണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. അവിടെ ഇംഗ്ലീഷിൽ വായിക്കുന്നു, ദിസ് ഐ സേ ദെൻ, walk in the spirit and you shall not fulfill the lust of the flesh. For the flesh lusts against the spirit and the spirit against the flesh, and these are contrary to one to the other, that you cannot do things that you would. But if you be led of the spirit, you are not under the law. ഇവിടെ നോക്കിക്കേ, ആത്മാവിനെ അനുസരിച്ച് നടക്കുവിൻ. ആത്മാവെന്ന് എഴുതിയിരിക്കുന്നതിന്റെ എസ് ക്യാപിറ്റൽ എസ് ആണ്, സ്പിരിറ്റ്. ദാറ്റ് മീൻസ് ഇറ്റ് ടോക്സ് അബൌട്ട് എ സ്പിരിറ്റ് ഓഫ് ഗോഡ്, ദാറ്റ് ഇസ് എ ഹോളി സ്പിരിറ്റ്. ഇവിടെ പറയുന്നു ആത്മാവിനെ അനുസരിച്ച് നടക്കുവിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് പറയുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, സിമ്പിൾ ടേംസിൽ അത് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? When you are tempted, every man is tempted, every woman is tempted. Temptation is not a sin. Listen to me, my young children. Temptation is not a sin. Everyone is tempted. Even Jesus was tempted. That is what we heard this morning, Hebrews chapter 4 verse 15. Jesus also was tempted like you and me, but yet without sin. But he was not yielded to sin. Temptation comes to everybody, but it is all up to us whether we need to yield to temptation. നമുക്ക് എല്ലാവർക്കും പ്രലോഭനങ്ങൾ ഉണ്ടാകും. ചിലത് കാണുവാനുള്ള ആഗ്രഹം നമുക്കുണ്ടാകും, ചിലത് കേൾക്കുവാനുള്ള ആഗ്രഹം നമുക്കുണ്ടാകും, ചിലത് അനുഭവിക്കുവാനുള്ള ആഗ്രഹം ഉണ്ടാകും. അതിന് നാം കീഴ്പ്പെടുമ്പോഴാണ് പാപം സംഭവിക്കുന്നത്. So first look is a temptation, but second look is sin. Always remember, first look is temptation only, it is not sin. നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ അരുതാത്തത് ചിലത് റോഡിന്റെ സൈഡിൽ കാണും. We can't escape our eyes from seeing it. വണ്ടി ഓടിച്ചു പോകുമ്പോൾ അറിയാതെ നമ്മൾ കണ്ടെന്നിരിക്കും. പക്ഷെ വീണ്ടും തലതിരിച്ച് രണ്ടാമതൊന്നും നോക്കത്തില്ലേ ദൈവമക്കളെ? അതാണ് പാപം. ആദ്യത്തെ നോട്ടം പാപമല്ല, രണ്ടാമത്തെ നോട്ടമാണ് പാപം. Praise the Lord. So first look is only a temptation, second look is sin. ഇവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? When we are tempted to do something, എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളെ, you cannot avoid using a phone, you cannot avoid using a laptop, especially now every classes, all classes are online, and you have got so many projects to do, you have got so many study materials on the computer and on the internet. If you are a research student doing PhD, or even even in a normal school class, school, college, university classes, you will have to so much to depend on the internet and on the computer. You cannot say at any point of time, I don't want to use my computer, I don't want to use my internet. You tell me, my brother, my sister, you know that you are tempted to do something, to see something on the internet, and you are a radical disciple of Christ. You say, no, I don't want to use the internet. How long can you avoid you using internet?
ഹല്ലേലൂയ. കുഞ്ഞുങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ മക്കളെ, നിങ്ങൾ ഇന്റർനെറ്റിൽ എത്രമാത്രം ഡിപ്പെൻഡഡ് ആണ്. നിങ്ങളുടെ ക്ലാസ്സുകൾ അതിലാണ്, നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽസ് അതിലാണ്, നിങ്ങളുടെ റിസർച്ച് പേപ്പേഴ്സ് അതിലാണ്, എല്ലാം അതിലാണ്. ഈ കമ്പ്യൂട്ടർ തുറക്കുമ്പോൾ, ഈ ഫോൺ ഓപ്പൺ ചെയ്യുമ്പോൾ, നിങ്ങൾ ആവശ്യമില്ലാത്തത് കാണുവാൻ കേൾക്കുവാൻ നിങ്ങൾ ടെംപ്റ്റഡ് ആകുമ്പോൾ, നിങ്ങൾ ദൈവത്തെ ഭയപ്പെടുന്ന ഒരു കുഞ്ഞാണെങ്കിൽ, ഒരു സഹോദരനാണ്, സഹോദരിയാണെങ്കിൽ, നിങ്ങൾ പറയും, ഹൗ ഇൻ ദ വേൾഡ് ഐ ആം സീയിങ് ഇറ്റ്, ഐ ആം സോ ടെംപ്റ്റഡ്. നിങ്ങൾക്ക് ഫോൺ മാറ്റി വെച്ച് എത്ര നാൾ ജീവിക്കാൻ പറ്റും കുഞ്ഞുങ്ങളെ? നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ഓഫ് ചെയ്ത് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. യു നീഡ് എ പവർ ടു ഓവർകം ഇറ്റ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. അതിനെന്താണ് ചെയ്യേണ്ടതെന്നാണ് ഇന്നത്തെ രാത്രി നാം കേൾക്കുവാൻ പോകുന്ന മെസ്സേജ്. ഓവർകമ്മിങ് അവർ എനിമി. അതാ ഇന്ന് പ്രഭാതത്തിൽ കേട്ടത്, യേശു എങ്ങനെയാണ് ഓവർകം ചെയ്തതെന്ന്. ഇവിടെ പറയുന്നു, walk in the spirit and you shall not fulfill the lust of the flesh. ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് പറയുന്നു. ഹല്ലേലൂയ. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുവാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുക, ശ്രമിക്കുക. എന്താണെന്ന് അറിയാമോ? നമ്മൾ ടെംപ്റ്റഡ് ആകുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ഓർക്കണമേ, ഇങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിക്കണം ഉള്ളിന്റെ ഉള്ളിൽ. കർത്താവെ, എന്റെ സ്ഥാനത്ത് അങ്ങയാണെങ്കിൽ എന്താണ് അങ്ങ് ചെയ്യുക? പ്രൈസ് ദി ലോർഡ്. ഈ ലോർഡ് ജീസസ്, ഇഫ് യു വെർ ഇൻ മൈ പ്ലേസ്, വാട്ട് വുഡ് യു ഹാവ് ഡൺ? അല്ലെങ്കിൽ ഹോളി സ്പിരിറ്റിനോട് പറഞ്ഞു, ഹോളി സ്പിരിറ്റ് ടെൽ മീ, വാട്ട് വുഡ് ജീസസ് ഹാവ് ഡൺ ഇഫ് ഹി വെർ ഇൻ മൈ ഷൂസ്? എന്റെ സ്ഥാനത്ത് യേശുവാണെങ്കിൽ യേശു എങ്ങനെ ജീവിക്കും? അത് പറയുന്ന നിമിഷം പരിശുദ്ധാത്മാവ് നമ്മളോട് പറയും എന്താ ചെയ്യേണ്ടത്. മനസ്സിലായോ ദൈവമക്കളെ? ഞാൻ നിങ്ങളോടൊരു എക്സാമ്പിൾ പറയട്ടെ. ഞാൻ കർത്താവിന്റെ കൃപ എനിക്ക് തന്നിരിക്കുന്നത് ചെറിയ ചെറിയ ഇല്ലിസ്ട്രേഷൻസിലൂടെ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കാനാണ്. അതാകുമ്പോൾ കേൾക്കുന്നവർക്ക് മനസ്സിലാകും പെട്ടെന്ന്. അതുമല്ല, നമ്മുടെ കർത്താവും അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാനൊരു കാര്യം നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയട്ടെ, അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ. ഇമാജിൻ യു ആർ വാക്കിംഗ് ത്രൂ എ ഡിസേർട്ട്, എ വൈൽഡർനെസ്. യു നോ, ഡിസേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇറ്റ്സ് എ ഹോട്ട്, വെരി വെരി ഹോട്ട്. മരുഭൂമിയിലൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭയങ്കര ഹോട്ടാണ്. ആൻഡ് യു ഹാപ്പൻ ടു ബി there a few days, like 2 or 3 days without any water. You are wandering in the desert for a single drop of water. വെള്ളത്തിന് വേണ്ടി നിങ്ങൾ ദാഹിച്ച് നടക്കുക എന്ന് കരുതിക്കോ മരുഭൂമിയിലൂടെ. അങ്ങനെ നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, you happen to see a person standing there with a bottle of water. And you said, can you give me a little drop of water, one sip? ഒരു സിപ്പ് വാട്ടർ എനിക്ക് തരാമോ എന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, no, don't worry, I'll give you the whole bottle of water. Give me 1,000 pounds for one bottle of water. And I tell you, you have 1,000 pounds in your pocket. What would you do? You would definitely, you won't think a second time. You will say, what is the point of me keeping 1,000 bucks in my pocket? You will just take out that 1,000 pound and give it to him and say, come on, give me that bottle of water. Would you say or not? You would. തീർച്ചയായിട്ടും നമ്മൾ പറയത്തില്ലേ, നമ്മുടെ പോക്കറ്റിൽ 1000 പൗണ്ട് ഇരിപ്പുണ്ട്, മരിച്ചു വെള്ളം ദാഹിച്ച് മരിക്കാൻ തുടങ്ങുന്ന നമ്മൾ മരുഭൂമിയിൽ ഒരു ബോട്ടിൽ വെള്ളം കൊണ്ട് ഒരുത്ത് നിന്നിട്ട് പറയാ ഒരു ബോട്ടിലിന് 1000 പൗണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കും. ആ പൈസ എടുത്ത് കൊടുത്തിട്ട് നമ്മൾ വെള്ളം വാങ്ങിച്ച് കുടിക്കുമില്ലേ? Now remember, as you are grabbing the water and about to drink, you saw a small inscription on that bottle down there. What is that inscription says? Poison. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ആർത്തിയോടെ ഇത്രയും വില കൊടുത്ത് വാങ്ങിയ ഈ വെള്ളം ആർത്തിയോടെ പൊട്ടിച്ച് കുടിക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ കണ്ടു ആ ബോട്ടിലിന് താഴെ ഒരു ചെറിയ ഇൻസ്ക്രിപ്ഷൻ ചെറുതായി എഴുതി വെച്ചിരിക്കുന്നു. എന്താണെന്നറിയാമോ? വിഷമെന്ന്, പോയിസൺ എന്ന്. Now you tell me, my young child, brother, sister, will you be tempted to drink that water no matter you are about to die? ദാഹിച്ച് മരിക്കാൻ പോവുകയാണെങ്കിലും ആ ബോട്ടിലിന്റെ മുകളിൽ വിഷമെന്ന് വായിച്ച സ്ഥിതിക്ക് നീ അത് കുടിക്കുമോ? ഒരിക്കലും കുടിക്കത്തില്ല. ദാഹിച്ച് മരിക്കുന്ന വ്യക്തി ആരും കുടിക്കത്തില്ല. നമ്മൾ ആരെങ്കിലും ചിന്തിക്കുമോ കുടിച്ചില്ലേലും മരിക്കും, കുടിച്ചാലും മരിക്കും, എന്നാൽ ഞാൻ അങ്ങ് കുടിച്ചിട്ട് മരിക്കാവുന്നു? നോ. പോയിസൺ ആണെന്ന് അറിഞ്ഞാൽ യു വിൽ നോട്ട് ഡ്രിങ്ക്. അതിന് കൊടുത്ത വില ഓർക്കത്തില്ല, ദാഹം ഓർക്കത്തില്ല, 2 ദിവസമായി വെള്ളം കുടിച്ചെന്ന് ഓർക്കത്തില്ല. യു വിൽ ബി അഫ്രൈഡ് ഓഫ് ഡെത്ത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ടെംപ്റ്റേഷൻ ജീവിതത്തിൽ എവറി ടെംപ്റ്റേഷൻ ഈസ് എ പോയിസൺ. എവറി ടെംപ്റ്റേഷൻ ഈസ് എ പോയിസൺ ദാറ്റ് വിൽ കിൽ യുവർ എറ്റേണൽ ഡെസ്റ്റിനി. ആ പാപം ചെയ്യുന്ന നിമിഷമാണ് യേശു വരുന്നതെങ്കിൽ നീ പോകത്തില്ല. അതുവരെ എത്ര വിശുദ്ധിയോടെ നീ ജീവിച്ചാലും ശരി, എത്ര വിശുദ്ധിയോടെ ഞാൻ ജീവിച്ചാലും ശരി,
ഞാൻ പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന നിമിഷം അത് കണ്ടുകൊണ്ടിരിക്കുകയായിക്കൊള്ളട്ടെ, കേട്ടുകൊണ്ടിരിക്കുകയായിക്കൊള്ളട്ടെ, സംസാരിച്ചു കൊണ്ടിരിക്കുകയായിക്കൊള്ളട്ടെ, യേശുവിന്റെ കാഹളം തൊടിച്ചാൽ നീ പൊങ്ങില്ല, ഞാൻ പൊങ്ങില്ല. അതല്ല, ആ നിമിഷം എന്റെ മരണം സംഭവിക്കുകയാണെങ്കിൽ നിത്യതയിൽ ഞാൻ കാണപ്പെടത്തില്ല. ഇറ്റ് ഈസ് ദാറ്റ് റിസ്കി. അപ്പൊ എന്താ ചെയ്യുക? എത്ര സന്തോഷം, സുഖം തരുന്നതായാലും ടെംപ്റ്റേഷൻ, ഞാൻ ആ പോയിസൺ എന്നുള്ളത് കാണുമ്പോൾ അതിനെ മാറ്റിവെക്കും. അതുകൊണ്ടാണ് ജോനാഥാൻ എഡ്വേർഡ് എന്ന് പറയുന്ന ഒരു ദൈവത്തിന്റെ ദാസൻ ഒരു കൊട്ടേഷൻ പറഞ്ഞു. എന്തുവാണെന്നറിയാമോ? Jonathan Edward had made a quotation in his book. I think some of you must have heard it. അദ്ദേഹം ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ജോനാഥൻ എഡ്വേർഡ് അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇങ്ങനെയാണ്: ഓ ലോർഡ്, സ്റ്റാമ്പ് ഇറ്റേണിറ്റി ഓൺ മൈ ഐബോൾസ്. എന്താ പറഞ്ഞത്? കർത്താവേ, എന്റെ കണ്ണിന്റെ കൃഷ്ണമണിയേൽ നിത്യത എന്നൊന്ന് എഴുതി തരണമേ. സ്റ്റാമ്പ് ഇറ്റേണിറ്റി ഓൺ മൈ ഐബോൾസ്. എന്തിനെന്നറിയാമോ? പാപത്തെ നോക്കുവാൻ ഞാൻ കണ്ണു തുറക്കുമ്പോൾ ഞാൻ ആദ്യം കാണേണ്ടത് നിത്യത എന്നാ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ലോകത്തിലുള്ള മോഹങ്ങളെ കാണുമ്പോൾ, ജഡത്തിന്റെ സുഖത്തിന് വേണ്ടി ജഡം പലതും ആഗ്രഹിച്ച് ഞാൻ കണ്ണു തുറന്നതിനെ നോക്കുമ്പോൾ ആദ്യം ഞാൻ എന്റെ കണ്ണിന്റെ കൃഷ്ണമണിയിൽ നിത്യത എന്ന് കാണണം. ലോർഡ്, സ്റ്റാമ്പ് ഇറ്റേണിറ്റി ഓൺ മൈ ഐബോൾസ്. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, മുമ്പേ കേട്ട വചനം എന്താണ്? ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് പറയുന്നു. നമ്മുടെ ഹാലിലെ ജഡം മോഹിക്കുമ്പോൾ, എനിക്ക് അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞ് ജഡം ഉത്തേജനം കൊള്ളുമ്പോൾ, അതിലേക്ക് when you are forced to be tempted, to be attracted to certain things which is forbidden by God, ദൈവം തടഞ്ഞിരിക്കുന്ന ചിലതിലേക്ക് നീ ആകർഷിക്കപ്പെടുമ്പോൾ ഹാലിലെ കർത്താവിനോട് പറയണം, കർത്താവേ, അങ്ങയുടെ ആത്മാവിനോട് സംസാരിക്കണം, എനിക്ക് കൃപ തരണമേ. It is not a simple speaking. Hallelujah. അതൊരു നിലവിളിയായിരിക്കണം ദൈവമക്കളെ. അത് കാരണം എന്താണെന്നറിയാമോ? നിത്യത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അവർ ഡെസ്റ്റിനി, ഇറ്റേണൽ ഡെസ്റ്റിനി. ഈ ലോകത്തിലെ ജീവിതം കുറച്ചു കാലമേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. പക്ഷേ നിന്റെ മരണം കഴിഞ്ഞാൽ അൺലിമിറ്റഡ് നമ്പർ ഓഫ് ഇയേഴ്സ് നീ അവിടെ നീ എത്തിയില്ലെങ്കിൽ നിന്റെ ലൈഫ് യു വിൽ ബി ഇൻ ഹെൽ. ആൻഡ് ബൈബിൾ ഈസ് by the way, Bible is the only book which tells you that. I tell you, my little children, the world would say it is no, don't believe this all mythology and stories and fairy tales and all. No, if it were stories, I wouldn't have been preaching to you now. I am a qualified person. I am a professional. I am earning a good salary. But why did I preach you? Why am I preaching you? Why am I serving the Lord? Because I know this world is temporal and I have an eternal destiny. God had opened my heart to believe his scripture. You are so blessed that you have been given wonderful families. You have wonderful godly parents. You have a wonderful church. You have God-fearing uncles and aunties around you. You are listening to the eternal word of God. Ask the Lord to open your heart. ഇവിടെ പറഞ്ഞ വചനം നോക്കിക്കേ, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ, if you are not obeying what your flesh says, rather obeying what the Spirit of God says, you will never fulfill the desires of your flesh, because you know that it is poison. You will avoid it. You know that you will die eternally. You will die spiritually. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ആത്മാവിന്റെ നടത്തിപ്പിൽ പോകണം. When you get up in the morning, spend a few minutes with the Lord. Be alone in your bedroom or the place where you want to be and pray to the Lord. I don't say half an hour you pray. Even if you get 5 minutes, pray to the Lord and say, Lord, I don't know what all temptations are waiting for me today. Lord, save me. Pour thy grace into me. Speak to me every moment. When the temptation comes, how to overcome it. Praise God. Hallelujah. As I said to you this morning, if you are a non-smoker, you will not be tempted to puff up cigarettes. You will not be tempted to smoke if you are a non-smoker. You will hate smoking. Why? From your heart you started hating it. The same hatred will come in your life when you really take sin seriously. I tell you, my child, there is a time for you to fall. A 2-year-old, 1-year-old, 2-year-old child will fall on the floor as it tries to get up and walk. But a 15-year-old boy cannot fall. You understood what I say? Why? Because that child has taken falling seriously when it was a child.
ലെറ്റ് മീ ടെൽ യു ഇൻ മലയാളം. 1 വയസ്സുള്ള ഒരു കുഞ്ഞ്, 1.5 വയസ്സുള്ള ഒരു കുഞ്ഞ് നടക്കുമ്പോൾ വീഴുമില്ലേ? ആ കുഞ്ഞ് വീഴുന്ന കണ്ട് നമ്മളാരും ചിരിക്കത്തില്ല. എന്താണെന്നറിയാമോ? നമുക്ക് ഉറപ്പുണ്ട് ഈ കുഞ്ഞ് ഒരു നാളിൽ വീഴാതെ നടക്കുമെന്നില്ലേ? നമ്മുടെ കുഞ്ഞുങ്ങൾ വീഴുമ്പോ അവരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വീണിട്ട് ചില കുഞ്ഞുങ്ങൾ കിടന്ന് കരയും വീഴുമ്പോ. എന്തിനാണെന്നറിയാമോ ആ കുഞ്ഞിന്റെ കരച്ചിലിന്റെ അർത്ഥം? മമ്മി, ഞാൻ പിന്നെയും വീഴുക, ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ടു ഫോൾ. എനിക്ക് വീഴണമെന്ന് ഒരു ആഗ്രഹവുമില്ല, പക്ഷെ ഞാൻ വീണു പോകുകയാ. കുഞ്ഞു വീഴുന്നെന്നും പറഞ്ഞുകൊണ്ട് അത് എഴുന്നേറ്റ് നടക്കാതിരിക്കുമോ? ഇല്ല. എത്ര തവണ വീണാലും എഴുന്നേറ്റത് നടക്കും. നിങ്ങൾ കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ടോ? ഒരു 10 സ്റ്റെപ്പ് ആദ്യമായിട്ടൊരു കുഞ്ഞ് നടക്കുമ്പോ മമ്മിമാർക്കും ആന്റിമാർക്കും അങ്കിളുമാർക്കും ഒക്കെ അത് കണ്ടിട്ടുണ്ടാകാം. അവര് ഒരു 10 സ്റ്റെപ്പ് ആദ്യം ഒരു കുഞ്ഞ് നടക്കുമ്പോ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ആ 10 സ്റ്റെപ്പ് നടന്നിട്ട് തിരിഞ്ഞു നിന്ന് മമ്മിയെ നോക്കി ഒരു ചിരി ചിരിക്കും ആ കുഞ്ഞ്. എന്തിനാണെന്ന് അറിയാമോ? മമ്മി, ദിസ് ടൈം ഐ മെയ്ഡ് അപ്പ് ഇറ്റ്. മമ്മി, ഇപ്രാവശ്യം എനിക്ക് നടക്കാൻ പറ്റി 10 മിനിറ്റ്. ആ കുഞ്ഞ് വീഴുമ്പോഴൊക്കെ അതിന്റെ ഹൃദയത്തിലെ ആഗ്രഹം, ഐ ഡോണ്ട് വാണ്ട് ടു ഫോൾ, ഐ ഡോണ്ട് വാണ്ട് ടു ഫോൾ, ഐ ഡോണ്ട് വാണ്ട് ടു ഫോൾ. ഇറ്റ് കനോട്ട് ഹെൽപ്പ് ഇറ്റ് ഫ്രം ഫോളിങ്. വീഴുന്നതിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ അതിന് കഴിയത്തില്ല, പക്ഷേ അതിന്റെ ഹൃദയത്തിലെ ആഗ്രഹം വീഴരുതെന്നാണ്. ബിക്കോസ് ഫോളിങ് ഇറ്റ് ടേക്ക് സീരിയസ്ലി. My brother, my sister, are you taking your falling seriously? Are you taking your falling seriously? നിന്റെ വീഴ്ചകളെ ഗൗരവത്തോടെ നീ കാണുന്നുണ്ടെങ്കിൽ നീ ഒരു ദിവസം നിൽക്കും, ഡെഫിനറ്റ്ലി നിൽക്കും. കർത്താവ് നോക്കുന്നത് നീ വീഴുന്നുണ്ടോ എന്നല്ല, നീ വീഴുന്നതിനെ നീ സീരിയസ് ആയിട്ട് കാണുന്നുണ്ടോ എന്നുള്ളതാണ്. God is not looking for perfect people, but God is looking for honest people. None of us can be perfect. നമുക്ക് ആർക്കും പെർഫെക്റ്റ് ആകാൻ പറ്റത്തില്ല. യേശു കർത്താവല്ലാതെ ഈ ഭൂമിയിൽ പെർഫെക്റ്റ് ആയിട്ട് ഒരു മനുഷ്യനും ജീവിച്ചിട്ടില്ല. നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. പക്ഷെ കർത്താവ് നോക്കുന്നത് നമ്മൾ പെർഫെക്റ്റ് ആണോ എന്നല്ല, നമ്മൾ ഹോണസ്റ്റ് ആണോ എന്നുള്ളതാണ്. വീഴുകയാണെങ്കിൽ വീഴുവെന്ന് കർത്താവിനോട് നിലവിളിച്ചു പറയണം, വീണില്ലെന്ന് അഭിനയിക്കരുത്. നമ്മുടെയൊക്കെ ജീവിതം വലിയ വലിയ അഭിനയങ്ങളാകട്ടോ. നമ്മുടെയൊക്കെ ജീവിതം കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവരെല്ലാം പാപികളും നമ്മളെ വിശുദ്ധരുമാന്നാ. When the test comes, we will know who will be there with the Lord and who will not be. ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ കേട്ടല്ലോ ദൈവമക്കളെ, നമ്മൾ ജഡ്ജ് ചെയ്യുന്നത് എപ്പോഴും നല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു, 1 തെസ്സലോനിക്കർ 5:23 പറയുന്നു, ദേഹം ദേഹി ആത്മാവിൽ, ആത്മാവ് ദേഹി ദേഹം. അങ്ങനെയാ ദൈവവചനത്തിൽ ഓർഡർ കൊടുത്തിരിക്കുന്നത്. അതെ, വെരി ഗുഡ്. ഇവിടെ എഴുതിയേക്കുന്നത് നോക്കിയേ, സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത്തിൽ അതിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. അവിടെ എഴുതിയിരിക്കുന്ന ഓർഡർ നോക്കിയാൽ എങ്ങനെയാണെന്ന്, സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി, അങ്ങനെ എഴുതിയേക്കുന്നത് അല്ലേ? പക്ഷെ നമ്മൾ പറയുമ്പോഴെങ്ങനെയാ പറയുന്നത്? ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ്, അങ്ങനല്ലേ? ദൈവവചനം ആദ്യം പ്രാധാന്യം കൊടുക്കുന്നത് സ്പിരിറ്റിനാണ്. സ്പിരിറ്റ് ഈസ് ഗിവൺ മോർ ഇമ്പോർട്ടന്റ് ആൻഡ് പ്രൈം ഇമ്പോർട്ടന്റ്. Then comes soul and then comes body. But the world has changed it. Man has changed it. We give another order to it and we say body, soul and spirit because we give importance to our body. Let me ask you a honest question, my brother, my sister. ഈ 3 കാര്യങ്ങളിൽ ഏതിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ കൊടുക്കുന്നത്? ശരീരത്തിനാണോ, ആത്മാവിനാണോ? ശരീരത്തിനാണോ, ദേഹിക്കാണോ, ആത്മാവിനാണോ? നമ്മള് ഹോണസ്റ്റ് ആണെങ്കിൽ നമ്മൾ പറയും നമ്മുടെ ശരീരത്തിന് തന്നെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്, അല്ലേ? നമ്മൾ ജോലിക്ക് പോകുമ്പോൾ നമ്മൾ എത്ര പ്രാവശ്യം കുളിക്കാറുണ്ട്? How many baths we take? How much time we spend for our keeping up our body decently? The way we dress, the way we buy expensive clothes, perfumes or cosmetics, toiletries, and soul എന്ന് പറഞ്ഞാൽ സെക്കൻഡ് തിങ്. അതിന് എത്രമാത്രം ടൈം സ്പെൻഡ് ചെയ്യുന്നു ഫോർ അവർ എഡ്യൂക്കേഷൻ, റീഡിങ്, വാച്ചിങ് സോ മെനി തിങ്സ്, ഇന്റലിജൻസ്. ലെറ്റ് മീ ആസ്ക് യു, ഹൗ മച്ച് ഇമ്പോർട്ടൻസ് ആർ വി ഗിവിംഗ് ടു ദ സ്പിരിറ്റ്? നമുക്കൊരു നിത്യമായ ആത്മാവുണ്ടെന്ന്, എന്നും വിലയുള്ള ആത്മാവ്. ഈ ശരീരം എന്ന് പറയുന്ന ആത്മാവിനെ സൂക്ഷിക്കാനുള്ള ഒരു കവർ മാത്രമേ ഉള്ളൂ. ബോഡി മസ്റ്റ് ബി കൺസിഡേർഡ് ടു ബി എ കവർ ഫോർ യുവർ സ്പിരിറ്റ്. It's only that important when God looks on it. യഥാർത്ഥമായി ദൈവവചനത്തിന്റെ വെളിപ്പാട് ലഭിച്ച ഒരു ദൈവദാസനോ ദൈവദാസിക്കോ ആ ശരീരത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ആത്മാവിനെ സൂക്ഷിക്കുന്ന ഒരു കവർ മാത്രമാണ്. അതാ C.W. ലൂയിസ് ഒരിക്കൽ പറഞ്ഞത്.
നമ്മളെല്ലാം പറയുന്നു വി ഹാവ് എ സ്പിരിറ്റ് എന്നാ പറയുന്നത് അല്ലേ, വി ഹാവ് എ സ്പിരിറ്റ്. പക്ഷെ കർത്താവിന്റെ ദാസനായ CW ലൂയിസ് പറഞ്ഞത് ഒരിക്കലും പറയരുത് വി ഹാവ് എ സ്പിരിറ്റ് എന്ന്, പക്ഷെ പറയേണ്ടത് വി ഹാവ് എ ബോഡി എന്നാ പറയേണ്ടത്. കാരണം വി ആർ സ്പിരിറ്റ്, വി ആർ സ്പിരിറ്റ്സ് ബട്ട് വി ഹാവ് എ ബോഡി. ഒരിക്കലും നമ്മൾ പറയരുത് വി ഹാവ് എ സ്പിരിറ്റ് എന്ന്. നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? വി ഹാവ് എ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ സ്പിരിറ്റ് ബിക്കംസ് സെക്കൻഡറി ഓർ തേർഡ്. പക്ഷെ അങ്ങനെയല്ല, വി ഹാവ് എ ബോഡി. ഇന്നൊരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. നമ്മുടെ കർത്താവ് നമ്മളെ ഒന്ന് വെളിപ്പെടുത്തുക എന്ന് വെച്ചോ. when the Lord is exposing us, കർത്താവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? He exposes our body, soul and spirit. മുമ്പേ രാവിലെ പറഞ്ഞ പോലെ ഒരു സ്കാൻ റിപ്പോർട്ട് പോലെ കാണിക്കും. നമ്മൾ സീക്രട്ടായിട്ട് ചിന്തിച്ചത്, സീക്രട്ടായിട്ട് കണ്ടത്, സീക്രട്ടായിട്ട് സംസാരിച്ചത്, കോൺവെർസേഷൻസ്, അവർ ഇന്റൻഷൻസ്, നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളെ കുറിച്ച് പോലും നമ്മൾ ദോഷമായി ചിന്തിച്ചിട്ടുള്ളത്, നമ്മുടെ ചർച്ചിൽ വരുന്ന, നമ്മളെ കണ്ടു ചിരിക്കുന്ന, നമ്മൾ ചിരിക്കുന്ന, നമ്മൾ കൂടിരുന്ന് ഭക്ഷണം കഴിക്കുന്ന, അല്ലെങ്കിൽ നമ്മളോടുകൂടെ വസിക്കുന്ന നമ്മുടെ ഭാര്യയെ കുറിച്ച്, ഭർത്താവിനെ കുറിച്ച്, നമ്മുടെ സഹോദരങ്ങളെ കുറിച്ച്, ചർച്ചിലുള്ള ദൈവദാസന്മാരെ കുറിച്ച്, സഹോദരി സഹോദരങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഹല്ലേലൂയ, ഇതൊക്കെ വെളിപ്പെടുത്തുകയാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ ദൈവമക്കളെ, ഈസ് there anything in your life you don't want others to see? Is there anything in your secret life you don't want others to see? That is what flesh means. Secret desires of our flesh. If we walk according to this flesh, we will die. എവിടെയാ വചനം എഴുതിയിരിക്കുന്നത് അറിയാമോ? Turn with me to Romans. Romans chapter 13. Romans chapter 13. Romans chapter 8:13. റോമർക്കെഴുതിയ ലേഖനം 8:13. അവിടെ നോക്കിക്കേ. If you live after the flesh, you shall die. But if you through the Spirit to do mortify the deeds of the body, you shall live. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ മരിക്കും നിശ്ചയം. It's an absolute statement. ജഡം പറയുന്നതല്ല, ജഡം കാണണമെന്ന് പറയുന്ന. If the flesh is asking you to see so many things, if you keep listening to your flesh and seeing everything, you shall die sure. It is not about physical death. കേട്ടോ, ജഡത്തെ അനുസരിച്ച് നടന്നാലും ആത്മാവിനെ അനുസരിച്ച് നടന്നാലും physical death is there. Jesus died, Paul died, all the apostles died. That means they were living according to the Spirit, but they died physically. So this is not talking about physical death. ഇത് ഭൗതിക മരണത്തെ കുറിച്ചല്ല പറയുന്നത്, ഇത് ആത്മീയ മരണത്തെ കുറിച്ചാണ് പറയുന്നത്. Spiritual death. This is talking about spiritual death. It says, if you live after the flesh, you shall die. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ മരിക്കും നിശ്ചയം. നമ്മൾ പലരും കരുതാറുണ്ട്, എന്തുകൊണ്ടാണ് നമുക്ക് ആത്മീയമായ വളർച്ച ഉണ്ടാകാത്തതെന്ന്. എന്തുകൊണ്ടാണ് മറ്റു പലരും യേശുവിനെ കാണുന്നത് പോലെ നമുക്ക് കാണുവാൻ കഴിയാത്തത്? മറ്റു പലരും തീഷ്ണതയോടെ കർത്താവിനെ സേവിക്കുന്നത് പോലെ നമുക്ക് സേവിക്കുവാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? പലപ്പോഴും ചിന്തിക്കും, മറ്റുള്ളവർ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നത് പോലെ എനിക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയാത്തത് എന്താണ്? കർത്താവ് മറ്റു പലരെയും ദൈവകരങ്ങളിൽ ഉപയോഗിക്കുന്നത് പോലെ എന്നെ എന്തുകൊണ്ടാണ് ഉപയോഗിക്കാത്തതെന്ന്. ആൻസർ ഈസ് സിമ്പിൾ. യു ആർ ലിവിങ് ഫോർ യുവർ ഫ്ലഷ്. നീ നിന്റെ ജഡത്തിനു വേണ്ടി ജീവിക്കുന്ന വ്യക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. നീ നിന്റെ ജഡത്തെ അനുസരിക്കുന്ന വ്യക്തിയാണ്. നിന്റെ പ്രാധാന്യം ജഡമാണ്. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. രാത്രിയാമങ്ങളിൽ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നേക്കാൻ പറയുമ്പോൾ നിനക്ക് വീണ്ടും പറയുന്നു, നോ ലോർഡ്, ലെറ്റ് മീ സ്ലീപ് ലിറ്റിൽ മോർ. ഹല്ലേലൂയ. കർത്താവിന്റെ ആരുടെ ദൈവവചനത്തിന് ദൈവസഭയ്ക്ക് കൂട്ടായ്മ ഉണ്ടെന്ന് പറയുമ്പോൾ അന്നേരം ഒരു ഡ്യൂട്ടി വന്നാൽ നമ്മൾ പറയുക, ഓ ലെറ്റ് മീ ഗോ ഫോർ മൈ ഡ്യൂട്ടി ആൻഡ് മേക്ക് അനദർ 150 pounds. ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾക്ക് ഒരു ക്ലാസ് പറയുക, ഒരു കോൺഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോഴായിരിക്കും കുഞ്ഞുങ്ങളുടെ ഏതെങ്കിലും ഒരു കോഴ്സോ എന്തെങ്കിലും ഒരു പ്രൈവറ്റ് ട്യൂഷനോ അല്ലെങ്കിൽ പിന്നെ എന്തോ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് പഠിപ്പിക്കുന്ന ക്ലാസ്സോ കുമൂണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, what do we give importance to? Tell me, my brother, my sister, you are a person living for your flesh. No wonder God cannot use you. Praise the Lord.
ദൈവവചനം പറയും, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ മരിക്കും നിശ്ചയം. ഇറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി ഷുവർ. എന്നാൽ ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും. ദിസ് ഈസ് വേർ റെസ്ലിംഗ് കംസ്. ആത്മാവിന് നമുക്ക് ഒറ്റയ്ക്ക് പറ്റത്തില്ല. നമുക്ക് നമ്മുടെ ജഡത്തിൽ എത്രമാത്രം അത് അങ്ങനെയുള്ള ക്രിസ്ത്യാനിറ്റിയാ നമുക്ക് പിന്നെ എന്താ പറയുന്നത്, ഹൊറിബിൾ ആയിട്ട് തോന്നുന്നത്. അങ്ങനത്തെ അതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ പലതും ചെയ്യിക്കാനായിട്ട്, when we are forcing our children to do something, they feel bored, they feel pushed up, and they say we can't do it, we don't feel like doing, and you are forcing us to do it. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മുടെ ജഡത്തിൽ. Without the Holy Spirit, we cannot do anything. That is the message of the New Testament. Holy Spirit is our helper. Wherever we are failing and falling, ask the Holy Spirit to help us. He will be able to keep us standing. ഇവിടെ പറയുന്നത് ആത്മാവിനാൽ എന്ന് പറഞ്ഞാൽ with the Spirit of God. അവിടെ ക്യാപിറ്റൽ എസ് ആണ് എഴുതിയിരിക്കുന്നത്. മനുഷ്യന്റെ ആത്മാവിനെ കുറിച്ചല്ല പറയുന്നത്, നമ്മുടെ ആത്മാവിനെ കുറിച്ചല്ല പറയുന്നത്, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ. ദൈവത്തിന്റെ ആത്മാവിൽ ആശ്രയിക്കുമ്പോൾ, കർത്താവിന്റെ പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണമേ. ദൈവമക്കളെ, ഞാൻ പ്രഭാതത്തിൽ പറഞ്ഞല്ലോ എന്റെ ജീവിതത്തിലെ സാക്ഷ്യങ്ങൾ. ഞാൻ ഒഴുക്കിയ കണ്ണുനീർ ഒരുപക്ഷെ നിങ്ങൾ ആരും ഒഴുക്കിയിട്ടുണ്ടാവില്ല. രാത്രിയുടെ യാമങ്ങളിൽ പകലെന്നില്ലാതെ രാത്രി എന്നില്ലാതെ എന്റെ കാറിൽ എന്റെ ഓഫീസിൽ ഇരുന്നുകൊണ്ട് ആരും കാണാതെ ചില സമയത്ത് നിലവിളിക്കുമ്പോൾ ബാത്റൂമിൽ പോയി, ഓഫീസ് ടൈമിൽ പോലും ബാത്റൂമിൽ പോയി ഞാൻ കരഞ്ഞിട്ടുള്ള സമയമുണ്ട്. കർത്താവേ കർത്താവേ കർത്താവേ. മറ്റുള്ളവരെന്നെ വിശുദ്ധനായി കാണുന്നു, മറ്റുള്ളവർ എന്നെ ഒരു പ്രീച്ചറായി കാണുന്നു. എന്റെ അനേക പ്രീച്ചിങ്സ്, എന്റെ അനേകം സെർമൺസ്, മെസ്സേജുകൾ ഇന്റർനെറ്റിൽ ലോകത്തിൽ പലരും പലയിടത്തും കാണുന്നു. But they don't know I am falling and falling and falling. Will I stand before you, O Lord? When you look into my life, is there anything in my life which is displeasing you, which is hurting you? അങ്ങനെ സ്വർഗത്തിൽ നിന്ന് സൂക്ഷിച്ചു നോക്കുമ്പോൾ എന്റെ ജീവിതത്തെ വിശുദ്ധമായിട്ട് കാണുവാൻ അങ്ങക്ക് കഴിയുമോ കർത്താവേ? ഞാൻ വീണുപോകുന്ന കർത്താവേ, അരുതാത്ത ഞാൻ നോക്കിപ്പോകുന്ന കർത്താവേ, അരുതാത്ത കാര്യങ്ങൾ ഞാൻ ഇടപെട്ടു പോകുന്ന കർത്താവേ. I can't do it, Lord. I tell you, when I took my falling seriously, the Lord started taking me seriously. എന്റെ വീഴ്ചകളെ ഞാൻ ഗൗരവത്തോടെ കാണാൻ തുടങ്ങിയപ്പോൾ, രാത്രിയുടെ യാമങ്ങളിൽ നിലവിളിക്കുവാൻ തുടങ്ങിയപ്പോൾ, എനിക്കൊരു വിടുതൽ ആവശ്യമുണ്ട് കർത്താവേ. ഇന്ന് പ്രഭാതത്തിൽ കേട്ടതുപോലെ യേശു കർത്താവ് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അഭയയാചന കഴിച്ചുവെങ്കിൽ, ഹല്ലേലൂയ, അപ്പോസ്തലന്മാർ കരഞ്ഞെങ്കിൽ, പ്രാർത്ഥിച്ചെങ്കിൽ, ഞാൻ എത്രമാത്രം കരയണം, ഞാൻ എത്രമാത്രം പ്രാർത്ഥിക്കണം. ദൈവസന്നിധിയിൽ നിലവിളിക്കുവാൻ തുടങ്ങി. ദൈവസന്നിധിയിൽ ഞാൻ നിലവിളിക്കും. ഇന്ന് വരെ എന്റെ ഒരു ഭൗതിക ആവശ്യത്തിന് വേണ്ടി ഞാൻ കർത്താവിന്റെ സന്നിധി കരഞ്ഞിട്ടില്ല. കാരണം എനിക്കറിയാം, എനിക്കൊരു നല്ല പിതാവുണ്ട്. എന്റെ എല്ലാം എനിക്ക് വേണ്ടി അവിടുന്ന് ചെയ്യുന്നതൊക്കെ നന്മയ്ക്ക് വേണ്ടിയാ. ഞാൻ കരഞ്ഞിട്ടുള്ളതെല്ലാം എന്റെ ആത്മീയ വിഷയങ്ങൾക്ക് വേണ്ടിയാ. ഞാൻ ഉപവസിച്ചിട്ടുള്ളതെല്ലാം എന്റെ ആത്മീയ വിഷയങ്ങൾക്ക് വേണ്ടിയാ. കർത്താവ് എനിക്ക് വിടുതൽ തരണം. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, what was the last time you cried over your sins? What was the last time you cried over your falling? What was the last time you fasted for a spiritual renewal, a spiritual reformation? If you take it seriously, the Lord will take it seriously. Hallelujah. ലൂക്കോസിന്റെ സുവിശേഷം 11:13 പറയുന്നുണ്ട്, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ ഇച്ഛിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. നമുക്ക് എന്താ തരാത്തത് ദൈവാത്മാവിനെ? പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ട്. ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു. പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ യേശുവിനെ കർത്താവ് എന്ന് പറയുവാൻ നമുക്ക് ആർക്കും കഴിയത്തില്ല. പക്ഷെ എത്ര അധികം കൊടുക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ചിലർക്ക് കുറച്ചും ചിലർക്ക് കൂടുതലും ഉണ്ടെന്ന അർത്ഥം. മനസ്സിലായോ? ദൈവം അതാ വാക്യത്തിന്റെ അർത്ഥം. അപ്പോൾ നമ്മൾ എത്രമാത്രം ചോദിക്കുന്നു അത്രമാത്രമേ അവിടുന്ന് തരൂ. ബിക്കോസ് it is a spirit of God. It is most valuable thing. He is a person. Hallelujah. എത്രമാത്രം കർത്താവിന്റെ ആത്മാവിന്റെ ശക്തിക്ക് വേണ്ടി നാം കേഴുന്നുവോ കരയുന്നുവോ? കാരണം ആത്മാവിന്റെ ശക്തിയാൽ മാത്രമേ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുവാൻ കഴിയൂ. അതാണ് 8:13 റോമർക്ക് ലേഖനത്തിൽ നമ്മൾ വായിച്ചത്. ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും. Let us take that seriously tonight. കർത്താവേ, ഞാൻ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കാൻ പോകുകയാണ്. എനിക്ക് കഴിയത്തില്ല ജീവിക്കാൻ.
ഈ പറഞ്ഞിരിക്കുന്ന വചനം ജീവിക്കാൻ എനിക്ക് കഴിയത്. ഡിഫിക്കൽട്ട് എന്നല്ല പറയേണ്ടത്, ഇംപോസിബിൾ. ക്രിസ്ത്യൻ ലൈഫ് ഇസ് ഇംപോസിബിൾ. ഗോഡ്ലി ലൈഫ് ഇസ് ഇംപോസിബിൾ വിത്ത് ദ പവർ ഓഫ് ഗോഡ്. ചിലരൊക്കെ പറയുന്നില്ലയോ യേശു പറഞ്ഞതൊക്കെ ജീവിക്കാൻ പ്രയാസമാണ്. പ്രയാസമാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇച്ചിരി ശ്രമിക്കാമെങ്കിൽ ഇച്ചിരി പറ്റുമോ എന്നുള്ളതാണ്. നോ, എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഇറ്റ് ഈസ് ഇംപോസിബിൾ. പോസിബിൾ ആകുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ when his spirit comes in us and help us to live. Praise the Lord. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നമുക്ക് അമിതമായിട്ട് ആശ്രയിക്കാം. സമയം അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. വീണ്ടും ഗലാത്യ ലേഖനത്തിലേക്ക് ഒന്ന് മടങ്ങി വന്നേ ദൈവമക്കളെ. ഒന്ന് രണ്ട് വാക്യങ്ങൾ പെട്ടെന്ന് എടുത്തു പോട്ടെ. ഗലാത്യ ലേഖനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ 5-ാം അധ്യായം ഗലേഷ്യൻസ് 5 ഒന്ന് രണ്ട് വാക്യങ്ങളോടൊന്ന് കാണിച്ചിട്ട് ഞാൻ ആ ഭാഗം വിടാനായിട്ട് ആഗ്രഹിക്കുക. ജഡത്തെക്കുറിച്ച് പറയുമ്പോൾ ജഡം നമ്മുടെ എനിമിയാണ്. ഓൾവേസ് റിമെമ്പർ, ഡോണ്ട് പാമ്പർ ദിസ് എനിമി. ഡോണ്ട് പാമ്പർ ദിസ് എനിമി. ഈ ശത്രുവിനെ പ്രോത്സാഹിപ്പിക്കരുത് കേട്ടോ. എന്റെ കണ്ണിന് ഇഷ്ടമുള്ളതൊക്കെ കാണാൻ പോകരുത്, നീ അപകടത്തിലേക്കാ. നിന്റെ ജഡം വേണമെന്ന് പറയുന്നൊക്കെ ചെയ്തു കൊടുക്കാൻ പോകരുത്, അപകടത്തിലേക്കാ. അവിടെയാണ് ഈ ഭക്ഷണത്തിന്റെ വിഷയമൊക്കെ വരുന്നത്. ഒത്തിരി ഭക്ഷണം കഴിക്കുന്ന പാപമാണോ? തീർച്ചയായിട്ടും പാപമാണെന്ന് ദൈവവചനം പറയുന്നു. അതിന് പറയുന്നതാണ് സ്പിരിറ്റ് ഓഫ് ഗ്ലട്ടണി. കാരണം എന്നാണെന്നറിയാമോ? നമുക്കറിയാം ഒത്തിരി ഭക്ഷണം കഴിച്ചാൽ അത് ശരീരത്തിന് ഹീനമാണ്, ഹാനികരമാണെന്ന്. ദൈവത്തിന്റെ വചനം പറയുന്നു. 1 കൊരിന്ത്യർ 3:16 പറയുന്നു. 1 കൊരിന്ത്യർ 6:19 പറയുന്നു. യു ആർ ദ ടെമ്പിൾ ഓഫ് ഗാഡ്. നിങ്ങൾ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരമാണ്. അതെ, ആരായാലും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു ദൈവത്തിന്റെ വചനം പ്രോംപ്റ്റ് ആയിട്ട് പെട്ടെന്ന് കാണിക്കുന്നത് കൊണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുമെന്ന് ദൈവവചനം പറയുന്നുണ്ട്. താഴേക്ക് വായിച്ചു കഴിഞ്ഞാൽ 3-ാം അധ്യായത്തിലും 6-ാം അധ്യായത്തിലും എഴുതിയിട്ടുണ്ട്. അപ്പൊ ഒന്ന് ഓർത്ത് നോക്കിയേ, ആവശ്യത്തിൽ കൂടുതൽ നമ്മൾ ഭക്ഷണം കഴിച്ച് ഫാറ്റ് എല്ലാം കൂടെ കയറി, ഫ്ലഷ് എല്ലാം കൂടെ വീണ്, ബിപിയും കൂടി ഡയബറ്റിക്കും ആയി കഴിഞ്ഞാൽ knowingly we are destroying the temple. That is how spirit of gluttony become a sin. അപ്പൊ എക്സസീവ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്താലും അത് പാപമാണ്. അത് തിന്നുകയായിക്കോട്ടെ, കുടിക്കുകയായിക്കോട്ടെ, എക്സസീവ് ആയിട്ട് ചെയ്യുന്നത്. ചിലരുണ്ടല്ലോ കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരുന്ന് ന്യൂസ് കാണും. ആദ്യം BBC കാണും, പിന്നെ എനിക്കറിയത്തില്ല ഏതൊക്കെ ന്യൂസ് ചാനലാണ് ഇപ്പോഴുള്ളതെന്ന്. ന്യൂസ് കാണുന്നത് പാപമാണോ? ഒരിക്കലും പാപമല്ല. എനിക്ക് ഒത്തിരി വാക്യങ്ങൾ ദൈവവചനത്തിന്റെ അടുത്ത് കാണിക്കണമെന്നുണ്ട്. പക്ഷെ ഈ ലോകത്തിലെ ന്യൂസ്, ഇന്ന് നടന്ന ന്യൂസ് എന്തൊക്കെയാണെന്ന് അറിയാൻ എത്ര സമയം വേണം ദൈവവേദനെ? പറഞ്ഞേ, 10 മിനിറ്റ് പോരായോ മാക്സിമം? പക്ഷെ എത്ര മണിക്കൂറാ ടിവിയുടെ മുമ്പിൽ ഇരിക്കുന്നത്? ഹല്ലേലൂയ. എത്ര സമയമാ കർത്താവിന്റെ മുമ്പിൽ ഇരിക്കുന്നത്? ഈ ലോകത്തിലെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ജഡത്തിനാണോ ആത്മാവിനാണോ കീഴ്പ്പെട്ടിരിക്കുന്നത് എന്നുള്ളൊരു ടെസ്റ്റ് പെട്ടെന്ന് ഞാൻ പറയാം. ഞാൻ എന്നെ ടെസ്റ്റ് ചെയ്യുന്ന നമ്മുടെ മൊത്തം അറിവ്, ഈ തലയ്ക്കകത്തിരിക്കുന്ന അറിവില്ലേ, ഈ മൊത്തം അറിവിന്റെ എത്ര ശതമാനം ദൈവത്തെക്കുറിച്ചുള്ള അറിവുണ്ട്, എത്ര ശതമാനം ലോകത്തെക്കുറിച്ചുള്ള അറിവുണ്ട്? പറഞ്ഞു. ചിലരോട് ഈ ലോകത്തിൽ നടക്കുന്ന ഏത് കാര്യം ചോദിച്ചാലും മറുപടി ഉണ്ടല്ലേ. നാട്ടിലെ ഇലക്ഷനെ കുറിച്ച് ചോദിച്ചാൽ പെട്ടെന്ന് പറയും, നാട്ടിലെ പാർട്ടികളെ കുറിച്ച് പെട്ടെന്ന് പറയും, നാട്ടിലെ നിയമങ്ങളെ കുറിച്ച് നോക്കിയാൽ പെട്ടെന്ന് പറയും, ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നോക്കിയാൽ പറയും, എവിടെ അടിപിടി നടക്കുന്നത് ചോദിച്ചാൽ പറയും, ടെററിസത്തെ കുറിച്ച് പറയും. പറയത്തില്ലേ? കർത്താവിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ എന്തെങ്കിലും പറയുമോ? ഹല്ലേലൂയ. That shows what are we interested more. അവിടെയാ ഞാൻ ഈ ലോകത്തെക്കുറിച്ച് അറിയാനുള്ളതെല്ലാം നിർത്തിയത്. ഒരിക്കൽ കർത്താവ് എന്നോട് പറഞ്ഞു, ഞാൻ ഈ പറയുന്നത് എന്നോട് കർത്താവ് പറഞ്ഞതാ, നിങ്ങളത് ഏറ്റെടുക്കണമെന്നില്ല കേട്ടോ. എന്നോട് ഒരിക്കൽ കർത്താവ് പറഞ്ഞു, ഈ ലോകത്തെക്കുറിച്ച് നീ അറിയേണ്ട കാര്യം വല്ലതുകൊണ്ടെങ്കിൽ നിന്നെ ഞാൻ അറിയിച്ചോളാം, നീ അതറിയാനായിട്ട് പോകണ്ട. അന്ന് മുതല് ന്യൂസ് കാണുന്നതും കേൾക്കുന്നതും വായിക്കുന്നതും ഞാൻ നിർത്തി ദൈവമക്കളെ. എന്ന് പറഞ്ഞ് നിങ്ങൾ ന്യൂസ് കാണരുതെന്നോ കേൾക്കരുതെന്നോ വായിക്കരുതെന്നോ അല്ല. അതുകൊണ്ട് എന്ത് പറ്റിയെന്നറിയാം, ഈ ലോകത്തിലുള്ള കാര്യങ്ങൾ എനിക്ക് അറിയേണ്ടതൊക്കെ അറിയാം. ഒന്നീ കൂട്ടുകാര് ഓഫീസിൽ നിന്ന് ജോലി ചെയ്യുമ്പോൾ ആരെങ്കിലും അപ്പുറത്തെ ടേബിളിൽ ഇരുന്നുകൊണ്ട് പറയുന്നത് കേൾക്കാം, അല്ലെ ചർച്ചിൽ ആരെങ്കിലും ചർച്ച കഴിഞ്ഞ് ഫെലോഷിപ്പിന്റെ സമയത്ത് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത്, ഞാൻ അറിയേണ്ട കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. ആവശ്യമില്ലാതെ ഈ തലയ്ക്കകത്ത് ഒന്നും കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഒരിക്കൽ അതിനുവേണ്ടി മാത്രം ജീവിച്ച മനുഷ്യനാ ഞാൻ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും. ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും. ജഡത്തെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ മരിക്കും നിശ്ചയം. റോമൻസ് 8:13 മറന്നു പോകരുത്. ഹല്ലേലൂയ.
ഞാൻ അതുമായിട്ടുള്ള ബന്ധത്തില് ഒരു വാക്യം കൂടെ എടുത്തിട്ട് അവിടെ ഭാഗം വിടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 1 യോഹന്നാൻ 1-ാം അധ്യായം, 1 യോഹന്നാൻ, 1 John chapter 1, 6-ാമത്തെ വാക്യം, verse 6. 1 John 1:6. അവനോട് കൂട്ടായ്മയുണ്ട് എന്ന് പറയുകയും ഇരുളിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നതുമില്ല. If we say that we have fellowship with him and walk in darkness, we lie and do not the truth. നമ്മൾ എല്ലാവരും പറയുന്നത് ദൈവമക്കളെന്നല്ലേ? കർത്താവിനോട് ഫെലോഷിപ്പ് ഉണ്ടെന്ന് പറയുക എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ശരീരമാ സഭയല്ലേ? സഭയുടെ ഭാഗം എന്ന് പറയുമ്പോൾ തല ആരാണ്? ക്രിസ്തു. അപ്പൊ ക്രിസ്തു തല, Christ is the head and church is the body. When we are related to the body, we say we are living in fellowship with the head. That is what it means. ശരിയല്ലേ ദൈവമക്കളെ? അതാ അതിന്റെ അർത്ഥം. കർത്താവിനോട് ഫെലോഷിപ്പ് ഉണ്ടെന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ we lie. Whether you people call you a reverend or whether people call you a pastor or a bishop or a believer, I don't care, but the word of God says you are a liar if you are living in darkness. എന്താ ഡാർക്ക്നെസ്സിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ? ഇരുട്ടിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മറവിൽ ജീവിക്കുകയാണ്. അതിന് തെളിവ് പറഞ്ഞുതരാം. ചിലരൊക്കെ ഇങ്ങനെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും അടുത്തോട്ടില്ലെങ്കിൽ ഫോൺ പെട്ടെന്ന് മാറ്റുന്ന കണ്ടിട്ടുണ്ടോ? അതിന്റെ അർത്ഥം എന്തുവാ? മറ്റുള്ളവർക്ക് കാണാൻ പറ്റാത്തത് എന്തോ ഇദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, അല്ലേ? അപ്പൊ ഇരുളിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ട്രാൻസ്പെറൻസ് ഇല്ലാത്ത ഒരു ലൈഫിൽ നിൽക്കുക. നമ്മുടെ മൈൻഡിലൂടെ കടന്നു പോകുന്നത്, നമ്മൾ ആയിരിക്കുന്നത് മറ്റാരും കാണരുത്, അറിയരുത് എന്ന് ആഗ്രഹിക്കുക. ചർച്ചിലെ പാസ്റ്റർ അറിയരുത്, ചർച്ചിലെ സഹോദരങ്ങളൊന്നും ഇത് അറിയരുത്. നമ്മൾ നമ്മുടെ വീട്ടിൽ ചിലരോടൊക്കെ പറയത്തില്ലയോ, ഓക്കെ നടന്ന് വെളിയിൽ ആരോടും പറയരുത്. പറയാറുണ്ടോ? യു ആർ ലിവിങ് ഇൻ ഡാർക്ക്നെസ്. യു ഡോണ്ട് വാണ്ട് പീപ്പിൾ ടു സീ ഇറ്റ്. You don't want people to know about it. You are living in darkness. My little children, I am asking you one thing. You are saying that you are spiritual because your dad says that you are spiritual. Your mom says you are spiritual. Listen to me very carefully, my young children. You think you are spiritual because your pastor uncle said you are spiritual. You sing wonderful songs in the church. And you come number first in the Sunday school examinations. You score high marks in the Bible quizzes. So everyone say you are spiritual. But my child, you know very well in your heart you are not spiritual. Because out in the world, when you come out of the church, when you are in the school with your friends, what are you talking there? When you are all alone in your room, what are you seeing on your computer? What are you watching on your phone? What sort of jokes you are enjoying with your friends? You say you have fellowship with Christ, but you are living in darkness, and the Bible calls you a liar. And the Bible clearly says no liar will get into heaven. By the way, that is the last commandment in Revelation chapter 21. ഭോഷ്ക് പറയുന്നവരാരും സ്വർഗരാജ്യത്തിൽ കടക്കത്തില്ലെന്ന് അവിടെ വചനം എഴുതിയിരിക്കുന്നത്. അവനോട് കൂട്ടായ്മ ഉണ്ടെന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നില്ല. We cannot live with that. നമുക്ക് ഈ ജഡത്തിൽ ജീവിക്കുന്നവരാ ഇരുട്ടിൽ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇരുട്ടിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആരാന്നറിയോ? കള്ളന്മാരാ, അല്ലേ? Have you ever heard about a thief who is coming in the daylight? Thieves want to rob in the night because they don't want others to see. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത് ഇരുട്ടിൽ ജീവിക്കുന്നവരെയും ഇരുട്ടിൽ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നവരെയും ഒക്കെ കള്ളന്മാരെന്നാ വിളിക്കുന്നത്. Are you waiting for your wife to go for duty so that you can see something? Are you waiting for your husband to go for the duty so that you can speak to someone? My children, I am asking you one thing. Do you want your parents to go out for their work so that you will be all alone in your home? You are living in darkness and you are a liar.
repent. Don't say that this uncle is, shooting arrows on me. No, I was like that before. ഞാൻ അങ്ങനെ ആയിരുന്നു പണ്ട്. എന്നെ കർത്താവ് അതിൽ നിന്ന് വിടുവിച്ചതാ. Because I took it seriously. Because I knew that I am risking my eternity. അങ്കിൾ അങ്ങനെയായിരുന്നു മക്കളെ. അങ്കിൾ ഒരു കാലത്ത് അങ്ങനെ ജീവിച്ചിട്ടുള്ള മനുഷ്യനാ. അതിൽ നിന്ന് this eternal word of God, the power of God, the power of the Holy Spirit liberated me. Took me out of that captivity. If you take your life seriously, one day you will be able to preach to many thousands of people around the world, putting yourself under a testimony to say that God changed me. You need to cry out before the Lord. Like Paul cried. Can you turn with me to Romans chapter 7? റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം. റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായത്തില് പൗലോസിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്, ഒരു കരച്ചിലുണ്ട്. Paul was crying. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ. ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് ആരെന്നെ വിടുവിക്കും? Who is Paul? Such a godly man whom God had used to write the scriptures. Almost 14 letters he had written to the church. A man who had left who was not even married, who left all his earthly fortunes, who he became a beggar. He was a billionaire. He left all his earthly fortunes and followed the path of the cross, and he was chosen himself to be honestly a nothing, a scum, who planted so many churches. Here is that man crying out to the Lord and say, "Oh, wretched man that I am, who shall deliver me from the body of this death?" ഈ ജഡത്തിൽ നിന്ന് ആരെന്നെ പിടിപ്പിക്കും? Do you have this cry from your heart, my brother, my sister? Lord, I am falling. Lord, I am lying. Lord, I am acting. I am a hypocrite. I am not what I am showing myself to be before people. I am just an actor. In the church, I am showing one face. At home, another face. In the church, everyone says that I am a saint, but my wife knows I am not a saint. I am an animal. In the church, everyone says I am a godly woman, but only my husband knows how cruel I am in my speaking. കർത്താവേ, ഈ ജഡത്തിന്റെ പ്രവൃത്തികളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്ന് ദൈവമേതിരെ ഇന്നത്തെ രാത്രികാലം നീ നിലവിളിക്കുന്നുവെങ്കിൽ റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ കാണുന്ന വലിയ മിറക്കിള് നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ അനുഭവത്തിലേക്ക് അപ്പോസ്തലനെ കൊണ്ടുവന്നത് 7-ാം അധ്യായത്തിലെ ഈ കണ്ണുനീരാ. എനിക്ക് സമയമില്ല 8-ാം അധ്യായമൊക്കെ ഇന്ന് വീട്ടിലിരുന്ന് പഠിക്കണം. ഇപ്പൊ നമുക്ക് ഉപവാസത്തിന്റെ ദിവസങ്ങളല്ലേ. റോമൻസ് 8 മൊത്തം ഒന്ന് വായിക്ക്. നോട്ട് വായിക്ക്, മെഡിറ്റേറ്റ്. Romans 8, a beautiful, beautiful, beautiful chapter in the whole Bible. God has brought him to that liberation, that freedom, because he cried out. Helpless cry. I think we have taken enough time to explain what his flesh means. Let me go to the third enemy, Satan. Satan uses the world and the flesh and all to deceive us. Satan backil ninnukonda pravartikkunnu. Satan is so smart and clever. He has the experience of more than few thousand years experience he has. Right from Adam, he has been deceiving all the human beings. Nammalarum parayirudhu Satan can do nothing on me.
നമ്മുടെയൊക്കെ പ്രാർത്ഥനയൊക്കെ അങ്ങനെയാ കേൾക്കുന്നത്. പക്ഷെ നമ്മൾ ഇരിക്കുന്നത് സാധാരണ മടിയിലുവാ. I tell you, he is clever enough to come and tempt Jesus Christ. You know that? യേശു കർത്ത സാക്ഷാൽ ദൈവമായിരുന്നവന്റെ മുമ്പിൽ വന്ന് ദൈവത്തെ പരീക്ഷിക്കാനായിട്ട്, ദൈവത്തെ എന്നല്ല, കർത്താവിനെ, മനുഷ്യനായി തീർന്ന കർത്താവിനെ പരീക്ഷിക്കാനായിട്ട് അവിടുത്തെ മുമ്പിൽ വന്നവൻ ആ പിശാച്. അവൻ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മുടെ വീക്ക്നെസ്സസ് ഒക്കെ നന്നായിട്ട് അവൻ അറിയാം. അവൻ ഈ ലോകത്തിലുള്ളവരുടെ പുറകെ അല്ല പോകുന്നത്, അവൻ പുറകെ ആകുന്നത് the minute you desire to pray, the minute you have a godly desire in your heart, devil is determined to come after you. ദൈവത്തെ സേവിക്കണമെന്നും ദൈവത്തിന്റെ ഹിതപ്രകാരം ജീവിക്കണമെന്നും ദൈവ പൈതലെ നീ ആഗ്രഹിക്കുന്ന നിമിഷം തന്നെ അവൻ നിന്റെ പുറകെ പിടിക്കും. അവൻ അറിയാം നിന്റെ ബലഹീനതകൾ എന്തൊക്കെയാണ്. ആ ബലഹീനതകൾ വന്നിട്ട് അവൻ പിടിച്ചിട്ട് കാണിച്ചു തരും കേട്ടോ. അതിനുള്ള അവസരം ഉണ്ടാക്കി തരും ജീവിതത്തിൽ. നമ്മൾ എന്നിട്ട് പറയും ഞാൻ വീണുപോയെന്ന് പറയും. നീ അങ്ങനെയല്ല പറയേണ്ടത്. വീണുപോയെന്നല്ല, I deliberately took that way. നമ്മളെല്ലാവരും പറയത്തില്ലേ കർത്താവിന്റെ രക്തം എന്നെ കഴുകുമെന്ന്. കർത്താവിന്റെ രക്തത്തിന്റെ വില അറിയാമെങ്കിൽ ആ കഴുകൽ എത്രയും കുറയ്ക്കും. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മള് ഈ സോപ്പ് വാട്ടർ ഒക്കെ വാങ്ങിക്കത്തില്ലേ, എന്താ സോപ്പിന്റെ ലിക്വിഡ് ഒക്കെ വാങ്ങിക്കുമല്ലോ സൂപ്പർ മാർക്കറ്റിൽ നിന്ന്. 1.5 പൗണ്ട് ഒക്കെ കൊടുക്കാമെങ്കിൽ 100 ml ഒരു ലിക്വിഡ് കിട്ടത്തില്ലേ? 100 ml ഒരു ലിക്വിഡിന് 500 പൗണ്ട് വിലയാണെങ്കിൽ നമ്മൾ എത്ര പേര് അത് വാങ്ങിക്കും? ആഴ്ച 2 എണ്ണം വീതം. ഒരു ബോട്ടിലെ സോപ്പ് ലിക്വിഡിന്റെ വില 500 പൗണ്ട് ആണെങ്കിൽ നമ്മൾ ഒരു മാസം എത്ര ബോട്ടിൽ വാങ്ങിക്കും? പറഞ്ഞു എന്നോട്. നമ്മൾ എത്രയും കുറച്ചേ അത് ഉപയോഗിക്കും, ശരിയല്ലേ? എന്തിനാ നമ്മൾ എപ്പോഴും യേശുവിന്റെ രക്തമേ കഴുകണമേ എന്ന് പറഞ്ഞ് പാപം എന്തും ചെയ്തിട്ട്, അറിഞ്ഞുകൊണ്ട് പാപം ചെയ്തിട്ട് യേശുവിന്റെ രക്തമേ കഴുകണമേ എന്ന് പറഞ്ഞ് സോപ്പ് വാട്ടറിന്റെ വില പോലും, ടാപ്പ് വാട്ടറിന്റെ വില പോലും കൊടുക്കാതെ എപ്പോഴും കൈ കൊടുത്ത് കഴുകുമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? യേശുവിന്റെ രക്തത്തിന് വിലയില്ലെന്ന് നീ പറയുകയാണ്. അതുകൊണ്ട് പാപത്തിന്റെ ടെംപ്റ്റേഷൻ വരുമ്പോൾ ഒരു കാര്യം ഓർക്കുക, ഞാൻ ഈ പാപം ചെയ്തിട്ട് എങ്ങനെ എനിക്ക് യേശുവിനോട് പറയാൻ പറ്റും, കർത്താവേ നിന്റെ രക്തം കൊണ്ട് എന്നെ കഴുകണമേ? ആ രക്തം പുത്രന്റെ രക്തമാ, തന്റെ ഓമന കുമാരന്റെ രക്തമാ പിതാവ് നിന്റെ വിടുതലിന് വേണ്ടി, എന്റെ വിടുതലിന് കാൽവറി ക്രൂശിൽ തന്നത്. ജഡത്തിന്റെ സുഖത്തിനു വേണ്ടി, കണ്ണ് കാണേണ്ട സുഖത്തിനു വേണ്ടി, നിന്റെ ഇഷ്ടത്തിനു വേണ്ടി നീ നിന്റെ കണ്ണിനെ കൊടുത്ത് ആവശ്യമില്ലാത്തതിന്റെ മുമ്പിൽ വായും പൊളിച്ചുകൊണ്ടിരുന്നത് കണ്ട് ആസ്വദിച്ചിട്ട്, ആവശ്യമില്ലാത്തവരോട് മണിക്കൂറുകളോളം സംസാരിച്ച് ജഡത്തിൽ ഉത്തേജനം കൊണ്ടിട്ട് മടങ്ങി യേശുവിന്റെ അടുത്ത് വന്ന് പറയാ, കർത്താവേ രക്തം കൊണ്ട് കഴുകണമേ. You are lowering the value of the blood of precious blood of Christ just like tap water. Stop it, my brother, my sister. I don't say that you will not fall. You may fall. So long as you are in this flesh, you may fall. ഈ ജഡത്തിലായിരിക്കുന്നിടത്തോളം നമ്മൾ വീണെന്നിരിക്കും. But how serious it is? Are you taking that falling seriously? Do you have a desire in your heart not to fall? വീഴരുതെന്നുള്ള ഒരു ആഗ്രഹം ദൈവവേദന നിന്റെ ജീവിതത്തിലുണ്ടോ? 1 പത്രോസ്, turn with me to 1 Peter. ഞാൻ വേഗം മുന്നോട്ട് പോവുകയാണ്, അതേ സമയം ഞാൻ എടുക്കത്തില്ല. 1 Peter chapter 5 verse 8. 1 പത്രോസ് 5:8. നിർമ്മതരായിരിക്കുവിൻ, ഉണർന്നിരിക്കുവിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞു ചുറ്റി നടക്കുന്നു. Here is a warning to every child of God. Be sober, be vigilant, because your adversary, the devil, as a roaring lion, walks about seeking whom he may devour. ദൈവസഭയോടുള്ള കർത്താവിന്റെ ദൂത, ശ്രദ്ധയോടെ കാത്തിരിക്കണമെന്ന്, ശ്രദ്ധയോടെ നോക്കിയിരിക്കണമെന്ന്. കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ട് തള്ളക്കോഴി റോഡിലേക്ക് ഇറങ്ങുമ്പോൾ, വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ആ തള്ളക്കോഴി വളരെ ശ്രദ്ധയോടെയാ നോക്കുന്നത്. എന്തിനെന്നറിയാമോ? തന്റെ ശ്രദ്ധ അല്പം പതറിപ്പോയാൽ തന്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് പരുന്തു പോകും. You know the mother chicken? It goes out with the chicken. The hen goes out with the chicken out in the field
It's so vigilant. Otherwise, it knows that this eagle and such type of birds will come and take away its little chickens. ഇവിടെ പറയുന്നു വളരെ വിജിലന്റ് ആയിരിക്കണമെന്ന്. കാരണം നിന്റെ പ്രതിയോഗിയായ, നിന്റെ ശത്രുവാകുന്ന പിശാച് അലറുന്ന സിംഹം പോലെ, അലറുന്ന സിംഹം എന്ന് പറയുന്നത് ഹംഗ്രി ലയൺ. ഇറ്റ് വിൽ ജമ്പ് ഓവർ യു. ഈ പിശാച് ഇങ്ങനെ കറങ്ങി നടക്കുമ്പോഴാണ് നീ ഫോണിൽ നോക്കി ചിരിച്ചോണ്ടിരിക്കുന്നത്. നിന്നെ വിഴുങ്ങാതിരിക്കുമോ സഹോദര? വിഴുങ്ങാതിരിക്കുമോ സഹോദരി? ഹല്ലേലൂയ. പല കാര്യങ്ങളും എനിക്ക് ഓപ്പണായിട്ട് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നില്ല. കാരണം ഒരുപക്ഷെ കൊച്ചു കുഞ്ഞുങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കും. So many things I want to tell you. You know who you are. You know what you are doing in the secret. You know what you are thinking in your secret mind. There is nothing before God. Everything is open before God. Whether you do it with your hand or you think in your mind, it's all same before God. നമ്മുടെ കൈകൊണ്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മുടെ മനസ്സിൽ ആലോചിക്കുന്നത് ദൈവത്തിന്റെ മുമ്പിൽ. നമ്മൾ ഒരിക്കലും പറയരുത് ഞാൻ ഇതൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിലും ഞാൻ ചെയ്യുന്നില്ലല്ലോ. നോ, അവസരം കിട്ടിയാൽ നീ ചെയ്യും. ഇത് ചിന്തിക്കാതിരിക്കാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് പറഞ്ഞ് കർത്താവെ, എത്ര കളയാൻ ശ്രമിച്ചിട്ടും ഈ അൺവാണ്ടഡ് തോട്ട്സ് എന്റെ മൈൻഡിലേക്ക് വരിക, ജഡത്തിന്റെ ചിന്തകൾ എന്റെ മനസ്സിനെ ആരുടെയെ തകർത്തുകൊണ്ടിരിക്കുന്ന കർത്താവെ. എനിക്ക് ഒത്തിരി വാക്യങ്ങളുണ്ട് ദൈവമക്കളെ എന്റെ ഓർമ്മയിലേക്ക് വരുന്നു പറയാൻ. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നോക്കിയ സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സറിവ് ഓർമ്മിപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. അടുത്ത 2-ാമത്തെ വാക്യം പറയുന്നു, ഈ ലോകത്തിന് അനുരൂപമാകാത്ത നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. നമ്മുടെ മനസ്സ് കർത്താവിന് കൊടുക്കണം. എന്റെ മനസ്സൊന്ന് ക്ലീൻ ചെയ്യ് കർത്താവേ, ഇതിനെ നിയന്ത്രിക്കാൻ എനിക്ക് കഴിയുന്നില്ല, ദൈവകൃപ എന്റെ മേലൊന്ന് പകര്. ചില ദിവസങ്ങൾ അതിനായിട്ട് ഉപവാസം എടുക്കുമ്പോൾ കർത്താവ് വിടുതൽ തരുന്നത് നമ്മൾ പട്ടിണി കിടക്കുന്നെന്നും പറഞ്ഞ് കഷ്ടം തോന്നിയിട്ടൊന്നും അല്ല കേട്ടോ. നമ്മളൊക്കെ അങ്ങനെ എത്ര ദിവസം കൊണ്ട് പാവം പട്ടിണി കിടക്കുക എന്നാ കൊടുക്കാം. കർത്താവ് അതിനല്ല. ഉപവാസം എന്ന് പറയുന്നതിന്റെ അർത്ഥം അതല്ല, പട്ടിണി കിടക്കുന്ന എന്നുള്ളതല്ല. അതുകൊണ്ടല്ല കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഉപവാസത്തിൽ പ്രാർത്ഥന കേൾക്കുന്നതിന്റെ പ്രധാന കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ നമ്മൾ സീരിയസ് ആകുന്നു എന്ന് കർത്താവ് കാണുന്നത് കൊണ്ടാണ്. അതാണ് ഉപവാസത്തിന്റെ പ്രത്യേകത. നമ്മൾ മറ്റെല്ലാം വെടിഞ്ഞ് ഈ പ്രത്യേക വിഷയങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഇരിക്കുന്നു. നമ്മൾ ആ സീരിയസ്നെസ് കണ്ട കർത്താവ് അതിൽ പ്രസാദിക്കുന്നു, അല്ലാതെ പട്ടിണി കിടക്കുന്നതുകൊണ്ടല്ല. ഈ ദിവസങ്ങളിൽ ഞാൻ ഈ പറയുന്ന കാര്യം ഞാനല്ല, കർത്താവിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്ന ഈ വിഷയങ്ങളിൽ സീരിയസ് ആയിട്ടൊന്നും എടുത്തേ. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. നിൽക്കുന്നു എന്ന് പറയുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. ഇന്ന് നമ്മൾ നിൽക്കുന്നെന്ന് പറഞ്ഞ് നാളെ നിൽക്കണമെന്നില്ല. പത്രോസ് നിന്നു, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ 3.5 വർഷക്കാലം, പക്ഷെ വീണുപോയി. യൂദ നിന്നു 3.5 വർഷക്കാലം, പക്ഷെ വീണുപോയി. ശലോമോൻ നിന്നു അനേക വർഷക്കാലം, പക്ഷെ വീണുപോയി. ഗിദെയോൻ നിന്നു, വീണുപോയി. ദേമാസ് നിന്നു, വീണുപോയി. നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. ഈ ദിവസങ്ങളിൽ കണ്ണുനീരൊഴുക്കുക. കർത്താവേ, നാളെ ഒരു ട്രയൽ എന്റെ ജീവിതത്തിൽ വന്നാൽ, ഒരു ടെസ്റ്റ് എന്റെ ജീവിതത്തിൽ വന്നാൽ ഞാൻ നിൽക്കുമോ? നിൽക്കണമെങ്കിൽ അങ്ങയുടെ കൃപ എനിക്ക് വേണം. ശരീരത്തെ ജയിക്കാൻ, ലോകത്തെ ജയിക്കുവാൻ, പാപത്തെ ജയിക്കുവാൻ, പിശാചിനെ ജയിക്കുവാൻ എനിക്ക് കൃപ വേണം. കരഞ്ഞാട്ട് ഈ ദിവസങ്ങളിൽ പെട്ടെന്ന് 1-2 വാക്യങ്ങളോട് എടുത്ത് വായിച്ചിട്ട് ഞാൻ നിർത്തുക. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. Turn with me to Revelation chapter 12 verse 11. Revelation 12:11. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 11-ാമത്തെ വാക്യം. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായും ജയിച്ചു, മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. This is overcoming devil. How can we overcome devil? പിശാചിനെ എങ്ങനെ നമുക്ക് ജയിക്കാൻ പറ്റും? 1, കുഞ്ഞാടിന്റെ രക്തത്താൽ ജയിക്കാം. 2, നമ്മുടെ സാക്ഷ്യവചനത്താൽ ജയിക്കാം. എന്താണ് കുഞ്ഞാടിന്റെ രക്തത്താൽ ജയിക്കുന്നത്? ഒരു ദൈവ പൈതലെ, നീ അറിയാതെ പാപത്തിൽ വീണാൽ devil will haunt you. Devil will torment you, saying that you are a child of God. Then why did you do that? God hates you. അങ്ങനെ പറഞ്ഞ് നമ്മുടെ പുറകെ നടക്കും പിശാച്. കുറ്റബോധം നമുക്ക് തന്നുകൊണ്ടിരിക്കും.
സമാധാനം നമുക്ക് തരത്തില്ല. അപ്പൊ അവനെ നമുക്ക് ജയിക്കാൻ പറ്റുന്നത് കുഞ്ഞാടിന്റെ രക്തം കൊണ്ട്. Turn with me to 1 John chapter 1 again. ഈ വാക്യത്തിലേക്ക് ഞാൻ മടങ്ങി വരും, ഒരു സെക്കൻഡിൽ വരും. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നേ. 2-ാം അധ്യായത്തിന്റെ 1 യോഹന്നാൻ 1-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. 1 John chapter 1 verse 7. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അതിന്റെ സെക്കൻഡ് പാർട്ട് നോക്കി, 7ന്റെ സെക്കൻഡ് പാർട്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം, and the blood of Jesus Christ his son cleanses us from all sins. സിൻസിൽ നിന്ന് രക്ഷിക്കുന്നത് കേട്ടോ, മിസ്റ്റേക്ക് എന്ന് പറയരുത് കേട്ടോ. പാപം ഒന്ന് ഓപ്പൺ ആയിട്ട് പറയണം. നമ്മളൊക്കെ പറയുന്നത് എന്തോ ഒരു അബദ്ധം പറ്റിപ്പോയെന്നാ പറയുന്നല്ലേ. ഞാൻ ബലഹീനനല്ലേ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോ. ഒരു അബദ്ധത്തെയും കർത്താവിന്റെ രക്തം കഴുകത്തില്ല. ഓപ്പൺ ആയിട്ട് പറഞ്ഞു ഞാൻ പാപിയാന്ന് പറയണം, ഞാൻ പാപം ചെയ്തെന്ന് പറയണം. ഇവിടെ പറയുന്ന വചനം എന്താണെന്നറിയാമോ? പാപത്തെയാ കഴുകുന്നത് യേശുവിന്റെ രക്തം. തകർന്ന ഹൃദയത്തോടെ മുഖം ദൈവസന്നിധിയിൽ താഴ്ത്തിക്കൊണ്ട് കണ്ണുനീരൊടുക്കി. ഞാൻ സാധാരണ പ്രാർത്ഥിക്കുന്നത് കമന്ന് കിടന്ന ഞാൻ പ്രാർത്ഥിക്കുന്നത്, കരഞ്ഞ് ആരുമില്ലെങ്കിൽ കമന്ന് കിടന്ന് നിലവിളിക്കും. ഹല്ലേലൂയ. മുട്ടിന്മേ കിടന്ന് നിലവിളിക്കും. സോഫായിൽ, മുട്ടയിലൊക്കെ മുട്ടിന് വേദനയുള്ളവരോടൊന്നും അല്ല ഞാൻ പറയുന്നത് കേട്ടോ. നമ്മുടെ കാര്യങ്ങളും നമ്മുടെ പ്രയാസങ്ങളും കർത്താവിനറിയാം. മുട്ടയിലൊക്കെ ഇരിക്കാൻ കഴിയുമെങ്കിൽ മുട്ടയിലിരുന്ന് പ്രാർത്ഥിക്കണം. സോഫായിൽ നിന്നൊക്കെ ഒന്ന് താഴെ ഇറങ്ങണം നമ്മള്. When the Lord knows that you are serious in what you are asking, you will be given that. ഇവിടെ നോക്കിക്കേ, യേശുവിന്റെ രക്തം നമ്മളെ കഴുകുന്നതിനെ കുറിച്ച്. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ അബദ്ധങ്ങൾ പറ്റുമ്പോൾ, when you commit some sin, when you fall into some sins and the devil is haunting you, devil is tormenting you, saying that you did that and the other thing and this, you said this, you watched this thing, come to the Lord and say, Lord, I am sorry, Master. I am sorry, I am terribly wrong. Cleanse me with your blood and he will cleanse you. അതാ ഈ വചനം പറഞ്ഞത്. കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് ജയിച്ചു. Some of my brothers and my sisters, when the devil is telling you about your past life, tell him about his future. പറഞ്ഞു മനസ്സിലായോ? അവന്റെ ഫ്യൂച്ചർ എന്തുവാ? അവനെ കത്തുന്ന ഗന്ധക പൊയ്കയിലേക്ക് തള്ളിക്കളയും. അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. വെളിപാട് പുസ്തകം 20-ാം അധ്യായത്തിലുണ്ടത്. അപ്പൊ പിശാച് നമ്മുടെ പഴയ കാലങ്ങളെ കുറിച്ച് നമ്മളോട് പറയുമ്പോൾ, നീ അത് ചെയ്തതല്ലയോ, നീ ഇത് ചെയ്തതല്ലയോ എന്ന് പറഞ്ഞ് നമ്മളെ ടോർമെന്റ് ചെയ്യാൻ വരുമ്പോ അവനോട് പറയണം, നിനക്ക് എന്റെ പഴയ കാര്യങ്ങളെ കുറിച്ച് അറിയാം, എന്റെ യേശുവിന്റെ രക്തം എന്നെ കഴിയും, പക്ഷേ നിന്റെ ഭാവിയിൽ എന്തുവാ നിനക്ക് വരാൻ പോകുന്നതെന്ന് എനിക്കറിയാം. അത് അവനോട് പറയുമ്പോ അപ്പോഴേ അവൻ ഓടിക്കളയും. When devil reminds you about your past, remind him about his future. അതാ പിശാചിനെ നമ്മൾ ജയിക്കുന്നത്. എന്നിട്ട് അടുത്ത വചനം പറയും, നിങ്ങളുടെ സാക്ഷ്യവചനം നിമിത്തം അവനെ ജയിക്കും. അത് നമ്മുടെ കർത്താവിന്റെ എക്സാമ്പിളാ. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കർത്താവിനെ പരീക്ഷിക്കുവാൻ പിശാച് വന്നപ്പോൾ ദൈവത്തിന്റെ വചനത്താലാണ് പിശാചിനെ യേശു ജയിച്ചത്. നമ്മൾ സാക്ഷ്യവചനം കൊണ്ട് പിശാചിനെ ജയിക്കണം. സാക്ഷ്യവചനം എന്ന് പറഞ്ഞാൽ നമ്മളെ വിടുവിച്ച ദൈവവചനത്തെ കുറിച്ച് അവനോട് സംസാരിക്കണം. അതാണ് നമ്മുടെ സാക്ഷ്യവചനം. നാം വചനത്തിന് സാക്ഷി നിൽക്കുക. എന്റെ കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നു, എന്റെ കർത്താവിന്റെ വചനം അങ്ങനെ പറയുന്നു, എന്നെ കൈവിടത്തില്ലെന്ന് കർത്താവിന്റെ വചനം പറയുന്നു, എന്റെ പാപത്തെ ക്ഷമിക്കുമെന്ന് കർത്താവിന്റെ വചനം പറയുന്നു, കണ്ടാലും ലോകാവസാനത്തോളം കൂടെ ഉണ്ടെന്ന് വചനം പറയുന്നു. വചനം പറഞ്ഞവനെ നാം ജയിക്കണം. ഞാൻ എന്റെ വാക്കുകളെ നിർത്തുകയാണ്. നിങ്ങളെ കംഫർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഞാനൊരു ഇല്ലുസ്ട്രേഷൻ പറയാം. കുഞ്ഞുങ്ങളെ വളരെ ശ്രദ്ധയോടെ കേൾക്കണമേ. I won't take more than 3 minutes now. നമ്മൾ എത്രമാത്രം വീണുപോയാലും, എത്രമാത്രം പാപത്തിൽ തകർന്നു പോയാലും, കർത്താവിന്റെ സന്നിധി നിലവിളിച്ചുകൊണ്ട് കർത്താവേ എന്നോട് കൂടെ കരുണ ചെയ്യണമെന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മുടെ കൂടെ നിൽക്കും. കർത്താവ് ഒരിക്കലും പിശാചിനെ സപ്പോർട്ട് ചെയ്യത്തില്ല കേട്ടോ. ഞാൻ ഉദാഹരണം പറയാം. നിങ്ങളുടെ വീട്ടിൽ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുന്ന ഒരു പയ്യനുണ്ടെന്ന് വെച്ചു. നമുക്ക് എല്ലാവർക്കും മക്കളുണ്ട്. ചിലർക്ക് ആൺമക്കളും പെൺമക്കളും ഉണ്ട്, ചിലർക്ക് ആൺമക്കളും മാത്രമേ ഉള്ളൂ, ചിലർക്ക് പെൺകുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു വീട്ടിൽ ഒരു മോന് ഒരു ഭയങ്കര വഴക്കാളിയാ, നോട്ടി ബോയ്. ഹി ഗിവ്സ് ഓൾവേസ് ട്രബിൾ. എപ്പോഴും വഴക്കാ, ഭയങ്കര വീട്ടിൽ ശല്യങ്ങൾ മാത്രമേ ചെയ്യൂ. ഒരു ദിവസം ഇവൻ എന്ത് ചെയ്യുന്നറിയാമോ? അടുക്കള ചെന്ന് മമ്മിയുടെ അടുത്ത് വഴക്കുണ്ടാക്കി. മമ്മിയുടെ അടുത്ത് വഴക്കുണ്ടാക്കിയിട്ട് പിള്ളേർ വഴക്കുണ്ടാക്കുന്ന കണ്ടിട്ടുണ്ടോ? എനിക്ക് 2 ബോയ്സ്, അതുകൊണ്ട് എനിക്കറിയാം. ഇപ്പോഴില്ല, ഇപ്പൊ അവർക്ക് ഇച്ചിരി പ്രായമായതുകൊണ്ട്. ഈ ആൺപിള്ളേർ വഴക്കുണ്ടാക്കുമ്പോൾ നിലത്ത് കിടന്ന് 4 ചാട്ടം ചാടും, കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അപ്പൊ ഈ പറഞ്ഞ സോ കോൾഡ് ബോയ്
He fought with his mom. He said everything. Mom, you are good for nothing. You don't love me. You don't give me this thing, that thing, the other. I don't like you. I hate you. പിള്ളേർ പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ടോ ഇങ്ങനെ? ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവൻ എന്ത് ചെയ്യുന്നറിയാമോ? കിച്ചണിന്റെ ഡോറ് പടാന്ന് പിടിച്ച് അടച്ചിട്ട് എടുത്ത് ബാക്ക് ഗാർഡനിൽ ചാടിപ്പോയി. I hate you. I won't come to your home. I will leave this home. Or 16 years ആയിക്കൊള്ളട്ടെ, ഞാൻ കോളേജിൽ പോയിട്ട്, I will never come back. This thing, that thing, the other. He gave a tough time his mom. He just slammed the door and he went out to the back garden. ഒരു 2 minutes കഴിഞ്ഞപ്പം അവിടെ കിടന്നുകൊണ്ട് ഒരു വലിയ നിലവിളി, മമ്മിയെ ഓടിവായോ ഓടിവായോ. This boy, he was crying out from the back garden in 2 minutes. Mummy thought, what happened to this boy? He was fighting with me. He said he hates me. He doesn't like me. He doesn't want to live with me. And I am cruel. This thing, that thing. Now what has happened to him? മമ്മി ഓടി വെളിയിലോട്ട് ഇറങ്ങിയിട്ട് ഗാർഡനിലോട്ട് പോയി നോക്കിയപ്പോ എന്തോ പറ്റിയെന്ന് അറിയാമോ? ഒരു കോബ്ര, one cobra, snake. It was just waiting to sting him, bite him. ഇങ്ങനെ കോബ്ര നിൽക്കുക മോന്റെ മുമ്പില്. കോബ്ര അവനെ കടിക്കാൻ വേണ്ടി ഇങ്ങനെ കൊത്താൻ വേണ്ടി ഇങ്ങനെ മുന്നോട്ട് വരിക. ഈ മോൻ പുറകോട്ട് നടക്കുക. അവൻ പുറകോട്ട് പോയി ഫെൻസിംഗിൽ ഇങ്ങനെ ചാരി നിൽക്കുക. He cannot go further backward. He was stuck there and a cobra, snake was coming towards him. Now you tell me, will this mother tell the cobra, oh cobra, very good, bite him now. Bite him. He deserves it. He was fighting with me. Now teach him a lesson. Bite him. How many mothers would say that, my brothers? My children, tell me, how many brothers would say? How many mothers would say that? No matter how naughty that child is, how troublesome that child is, how hopeless that child is, still that mother will never support the cobra. But she will run towards her child and stand between the cobra and the child, and she will say, the cobra bite me, then bite my child. I tell you, when the devil as a roaring lion comes towards you with all its anger, if you cry out to God, the Lord will come for your rescue. No matter how deeply you have fallen, this gives hopes to all of us. നമ്മുടെ ജീവിതത്തിലെ ഏത് വീഴ്ചയിൽ നാം വീണാലും, കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് ഇന്ന് രാത്രി നീ നിലവിളിക്കുന്നെങ്കിൽ, നിന്റെ കഴിഞ്ഞ കാലത്തിലെ വീഴ്ചകളെ ഓർക്കത്തിലാകുന്നു. ഈ മീറ്റിങ്ങിന് വരുന്നതിന് മുമ്പ് വരെ നിന്റെ ജീവിതത്തിൽ എന്തിനു സംഭവിച്ചോ കർത്താവ് നോക്കത്തില്ല. ഇന്നത്തെ രാത്രി കണ്ണുനീരോടെ, കർത്താവേ എന്നോട് കരുണ ചെയ്യണമേ. അയ്യോ അരിഷ്ടനായ മനുഷ്യൻ ഞാൻ, ഈ ബലഹീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? എന്റെ ബലഹീനതയിൽ എന്നെ ആര് വിടുവിക്കും കർത്താവേ എന്ന് നിലവിളിക്കുന്നുവെങ്കിൽ, അവിടുന്ന് നിന്റെ ആത്മാവിനാൽ നിന്നെ ശക്തീകരിച്ച് പിശാചിനെതിരെ ഒരു നാളിൽ നിന്നെ ആയുധമാക്കി അവിടുന്ന് മാറ്റും. അനേകരെ വിടുവിക്കുവാൻ, അനേകരോട് സുവിശേഷം പ്രസംഗിക്കുവാൻ, ബന്ധനത്തിലായിരിക്കുന്ന അനേക ആത്മാക്കളെ വിടുവിച്ച് ദൈവരാജ്യത്തിന്റെ മഹത്വത്തിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവ് നിന്നെ ശക്തിയോടെ ഉപയോഗിക്കും. തിരുസന്നിധി നമുക്ക് നമ്മുടെ തലകളെ കണക്കാം. കർത്താവേ, ഇന്നത്തെ രാത്രികാലം കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾ ജയാളികളാകുവാൻ അങ്ങ് ഞങ്ങളെ വിളിച്ചത്. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ കേട്ടു, ജയിക്കുന്നവൻ എന്നോട് കൂടെ ഇരിക്കും, ഞാനും ജയിച്ച് പിതാവിന്റെ വലത്തു ഭാഗത്ത് അവനോടുകൂടെ ഇരിക്കുന്നത് പോലെ തന്നെ ജയിക്കുന്നവൻ, those who overcome will sit with me on my throne as I overcame and sitting on the right hand of my Father. ജയിക്കുന്നത് എങ്ങനെയെന്ന് ഇന്നത്തെ രാത്രിയിലും പകലുമായി കേൾക്കുവാൻ കർത്താവെ സഹായിച്ചു. ഈ വചനം കേട്ടില്ലെന്ന് ഞങ്ങൾക്ക് ആർക്കും തിരുസന്നിധി പറയാൻ പറ്റില്ല. അങ്ങ് ഞങ്ങളോട് സംസാരിച്ചു. ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ബലഹീനതയിൽ ആവശ്യക്കാരായി ആര് തിരുസന്നിധി നിലവിളിക്കുന്നുവോ കർത്താവെ, അങ്ങയുടെ ജനത്തെ ഇന്നത്തെ രാത്രി കടാക്ഷിക്കണമേ. തിരുസന്നിധിയിൽ ഒരു രമ്യതപ്പെടാതെ ഇന്ന് ആരും രാത്രിയിൽ ഉറങ്ങാൻ പോകരുത് കർത്താവെ. ഇന്ന് ഈ കൂട്ടായ്മ കഴിഞ്ഞാലും ഭവനങ്ങളിൽ ഇതിനെക്കുറിച്ചൊരു ഡിസ്കഷൻ ഉണ്ടാവണം. ഭാര്യയും ഭർത്താവും, ഭർത്താവും ഭാര്യയും, മക്കളും തമ്മിൽ, കുഞ്ഞുങ്ങളും തമ്മിൽ ഇന്നത്തെ രാത്രിയിൽ ഒരു ഡിസ്കഷൻ നടക്കണം കർത്താവേ. അങ്ങയുടെ തിരുവചനത്തിന് മുമ്പ് വ്യക്തികൾ, കുടുംബങ്ങൾ കീഴടങ്ങണം. ഒരു പുതിയ തീരുമാനത്തോടെ അവർ ഉറങ്ങാനായി കിടക്കണം.
ഇന്നത്തെ രാത്രി അവിടുത്തെ വരവ് സംഭവിക്കുന്നുവെങ്കിൽ ഞങ്ങൾ ആരും തള്ളപ്പെട്ടു പോകാതെ എടുക്കപ്പെടണം കർത്താവേ. തിരുസന്നിധിയിൽ സഭ ശുദ്ധീകരിക്കപ്പെടണം കർത്താവേ. അങ്ങയ്ക്കായി ഒരു ജനം ഒരുക്കപ്പെടണം, വിശുദ്ധിയുള്ള ഒരു ജനം. കർത്താവ് അത് ചെയ്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ സഭയെ അനുഗ്രഹിച്ച്, അങ്ങയുടെ ജനത്തെ അനുഗ്രഹിച്ച്, അങ്ങയുടെ ദാസനെയും കുടുംബത്തെയും അനുഗ്രഹിച്ച് അടിയൻ പ്രാർത്ഥിക്കുന്നു. അവരെ ആക്കിയിരിക്കുന്ന ദേശത്ത് അനേകർക്ക് അനുഗ്രഹമായി, ദേശത്തിന് വിടുതലായി അവിടുത്തെ സഭയെ സൂക്ഷിച്ചാട്ടെ. അനേകർക്ക് വെളിച്ചം കൊടുക്കുന്ന, മലമേലിരിക്കുന്ന പർവ്വതം പോലെ, തണ്ടിന്മേൽ വെച്ചിരിക്കുന്ന വിളക്ക് പോലെ അങ്ങയുടെ സഭ ശോഭിക്കട്ടെ. അങ്ങത് ചെയ്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി.